എല്ലാ വൺ ഇന്ത്യ വൺ പെൻഷനും കേരളത്തിൽ ഒന്നിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് ശ്രീ പി ജി ചെറിയാൻ. അതിനുവേണ്ടി പ്രവർത്തിച്ചു വെക്കുന്ന കൊല്ലം ജില്ലയിൽ അത് യാഥാർത്ഥ്യമായപ്പോൾ വളരെ സന്തോഷിച്ച വ്യക്തിയാണ്. ഞാനൊരു കാര്യം പറയട്ടെ, 60 വയസ്സിൽ പൂർത്തിയായവർക്ക് ഒരിക്കലും ഈ അർഹതപ്പെട്ട പെൻഷൻ ലഭ്യമാക്കുമെന്ന് ഏതെങ്കിലും ഒരു ഗവൺമെന്റ് പ്രഖ്യാപിച്ചാൽ ഇത് ഇന്നോ നാളെയോ യാഥാർത്ഥ്യമോ നമുക്ക് വിശ്വാസമില്ല. പക്ഷെ ഒരിക്കൽ ഈ ആശയം യാഥാർത്ഥ്യമായാൽ അന്ന് തങ്കലിപികളിൽ കോറിയിടേണ്ട ഒരു നാമധേയമാണ് ശ്രീ പി ജി ചെറിയാൻ. നമ്മൾ വിശ്വസിക്കുകയാണ് ഈ ആദർശം നടപ്പിലാക്കപ്പെടും. നിങ്ങൾക്കറിയാവുന്ന സ്വാതന്ത്ര്യ സമരം ആരംഭിക്കുമ്പോൾ ഇന്നോ നാളെയോ നടപ്പിലാകും എന്ന് വിശ്വസിക്കേണ്ട ഒരു ആശയമായിരുന്നില്ല. മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യ സമര ആശയത്തിലേക്ക് കടന്നു വന്നപ്പോൾ ശ്രീ ഗോപാലകൃഷ്ണ ഗോഖലെ, അതായത് സ്വാതന്ത്ര്യ സമര സേനാനി മഹാത്മാഗാന്ധിക്ക് ആശംസ അർപ്പിച്ചൊരു വാക്കുണ്ട്, ഒരിക്കലും വിജയിക്കാത്ത ഒരു സമരത്തിന് ആശംസകൾ എന്നാണ്. ഒരിക്കലും വിജയിക്കാത്ത ഒരു സമരത്തിന് ആശംസകൾ. എന്നാൽ മഹാത്മാഗാന്ധി ഒരു സ്വപ്നം കണ്ടു, ചെങ്കോട്ടയുടെ മുകളിൽ ത്രിവർണ്ണ പതാക പാറി പറക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ശ്രീ പി ജി ചെറിയാൻ കണ്ട സ്വപ്നം എന്തായിരുന്നു? 60 ഇന്ന് അദ്ദേഹത്തിന്റെ ഒരു ക്യാപ്ഷൻ നിങ്ങൾ വായിച്ച് ഞാൻ വിശ്വസിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഒരു കുറിവാക്യമുണ്ട്, എന്നും വയോജനങ്ങൾക്കൊപ്പം. നിങ്ങൾക്കെല്ലാം അത് നോട്ട് ചെയ്ത്, എന്നും വയോജനങ്ങൾക്കൊപ്പം. പ്രിയപ്പെട്ടവരെ, ഈ ആശയം ഒരിക്കൽ യാഥാർത്ഥ്യമാകുമെങ്കിൽ അന്ന് തങ്കലിപികളിൽ കോറിയിടേണ്ട ഒരു നാമധേയം ഒരു സ്ഥാപകരുണ്ടായിരിക്കാം, ഇത് വലിയ നേതാക്കന്മാരുണ്ടായിരിക്കാം. എന്നാൽ ശ്രീ പി ജി ചെറിയാന്റെ നാമധേയം, കൊല്ലം ജില്ലയുടെ ശ്രീ പി ജി ചെറിയാന്റെ നാമധേയം അവിടെ കോറിയിടപ്പെട്ടിരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കണം. അത്രമാത്രം ഈ ആദർശത്തെ, ഈ ആശയത്തെ സ്നേഹിച്ച ഒരു വ്യക്തിയായത് വളരെ വികാരഭരിതമായി ഞാൻ പറയുകയാണ്. ഈ അടുത്ത സമയം അത് വളരെ സന്തോഷഭരിതനായിരുന്നു. കാരണം കൊല്ലം ജില്ലയിലെങ്കിലും ഈ ആശയം ഒന്നിച്ചല്ലോ. പ്രിയപ്പെട്ടവരെ, ഞാൻ എന്റെ വാക്കുകൾ ഒരുപാട് പേര് സംസാരിക്കാനുണ്ട്, അദ്ദേഹത്തെ കൂടെ സംസാരിക്കണം. ഞാൻ എന്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. പക്ഷേ എല്ലാവരും മനസ്സിലാക്കുക, കൊല്ലം ജില്ല എന്നാൽ നമുക്കൊരു ദിശാബോധം നൽകിയത് ശ്രീ ചെറിയാൻ സാറിന്റെ ആശയങ്ങളാണ്. അദ്ദേഹത്തോടൊപ്പം നമ്മളുണ്ടാകും. ചെറിയാൻ സാർ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു, അത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അദ്ദേഹം ഉയർത്തിയ ദീപശിഖ കെടാതെ ഞങ്ങൾ സൂക്ഷിക്കും, കെടാതെ ഞങ്ങൾ സൂക്ഷിക്കുമെന്ന് ഒന്ന് കൈവർത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ശ്രീ ചെറിയാൻ സാർ ഉയർത്തിയ ആശയം കൊല്ലം ജില്ലയിൽ ഞങ്ങൾ കെടാതെ സൂക്ഷിക്കുമെന്ന് ചങ്കുറ്റത്തോടെ പറയാൻ കഴിയുന്നത് കൈവർത്തുക. ഒരു അസന്നിഗ്ധമായി ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, കേരളത്തിൽ സംഘടനകൾ എന്തൊക്കെ ഭിന്നിപ്പിച്ചാലും ആശയത്തിന് വേണ്ടി കൊല്ലം ജില്ലയിലെ പ്രിയപ്പെട്ടവർ ആ ദീപശിഖ കെടാതെ സൂക്ഷിച്ചുണ്ടാകും. വേറെ കാര്യങ്ങളോട് അദ്ദേഹത്തിന്റെ ചരമദിനം കൊല്ലം ജില്ല അനുസ്മരണ ദിനമായി കാലാകാലങ്ങൾ കൊണ്ടാടും, കൊല്ലാകാലങ്ങളായി അനുസ്മരണം ആചരിക്കും എന്നുകൂടെ ഞങ്ങൾ ഈ കൊല്ലം ജില്ലയുടെ മനസ്സിൽ പി ജി ചെറിയാൻ ഒരിക്കലും മരിക്കുകയില്ല. പ്രിയപ്പെട്ട ശ്രീ ചെറിയാൻ സാറിന്റെ ഫാമിലി ഇവിടെ വന്നിട്ടുണ്ട്, വളരെ ദുഃഖാർത്ഥരാണ്. മറ്റും നമുക്ക് പറയാൻ ഞാൻ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. ഇന്ന് ഈ മീറ്റിംഗിൽ അധ്യക്ഷം വഹിക്കുക, എനിക്ക് സ്വാഗതം അർപ്പിക്കുക എന്നത് തന്നെ കർത്തവ്യം. പക്ഷേ എനിക്ക് ഇതുവരെ പറയാൻ എനിക്ക് കഴിയുകയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അദ്ദേഹം മരിച്ചു എന്ന് ഉൾക്കൊള്ളാൻ പോലും എനിക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. എന്റെ ജീവിതത്തിൽ ഇതുവരെ ഞെട്ടിച്ചൊരു മരണം ഉണ്ടായിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യം. പ്രിയപ്പെട്ടവർ, ഇന്ന് ഈ മീറ്റിംഗിൽ അധ്യക്ഷം വഹിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ കൊല്ലം ജില്ലയുടെ വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ സഹദേവൻ ചെന്നാപ്പാറ, അദ്ദേഹത്തെ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ കൊല്ലം ജില്ലാ OIOയുടെ പേരിൽ ഈ മീറ്റിംഗിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഈ മീറ്റിംഗിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന നമ്മുടെ എല്ലാം പ്രിയങ്കരനായ, ഒരു എതിർപ്പ് പോലും ഒരു വ്യക്തിക്ക് ഉരിയാടാൻ പോലും കഴിയാത്ത നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരൻ നമ്മുടെ രക്ഷാധികാരി ശ്രീ AG സദാനന്ദൻ സാർ, നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടെ സദാനന്ദൻ സാറിനെ ഈ മീറ്റിംഗിൽ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രിയങ്കരനായ ചെറിയാൻ സാറിന്റെ ഭാര്യ, അദ്ദേഹത്തിന്റെ ഇളയ മകൻ ഇവിടെ വന്നിട്ടുണ്ട്. എന്താണ് അവരോട് ആശ്വാസ വാക്കുകൾ പറയുക എന്ന് എനിക്കറിയില്ല. അവരെ ഈ മീറ്റിംഗിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. കൊല്ലം ജില്ലയുടെ ഒന്നിന്റെ പെൻഷന്റെ വൈസ് പ്രസിഡന്റുമാരുണ്ട്, ജോയിന്റ് സെക്രട്ടറിമാരുണ്ട്. അവരെല്ലാവരെയും ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ സംസ്ഥാനത്തിന്റെ കോട്ടയത്തു നിന്ന് അങ്ങനെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് യാത്രയൊക്കെ ചെയ്ത് ദൂരെ
വെക്കാതെ സംസ്ഥാന വ്യാപകമായി ഈ ആശയത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ റോജർ സെബാസ്റ്റ്യൻ, അദ്ദേഹത്തെ നിങ്ങൾ ഒന്ന് പരിചയപ്പെടണം. അദ്ദേഹം നമ്മുടെ ഈ കർഷക സമരത്തിന് വേണ്ടി ഡൽഹിയിൽ പോയി അദ്ദേഹത്തിന്റെ താമസ സ്ഥലത്ത് നിന്നും അദ്ദേഹത്തെ അകാരണമായി അറസ്റ്റ് ചെയ്തു. അങ്ങനെ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ ഈ ആശയത്തിന് വേണ്ടി നിലകൊള്ളുന്ന വ്യക്തിയാണ് ശ്രീ റോജർ സെബാസ്റ്റ്യനെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുക. അതുപോലെ നമ്മുടെ ഈ വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന സംഘടനയുടെ ആദ്യത്തെ ട്രഷറർ, ഈ സംഘടന ആരംഭിച്ചപ്പോൾ പിന്നെയാണ് ഇതിനൊക്കെ പിന്നിട്ടുണ്ടാകുന്നത് ശ്രീ അനൂപ് എസ്, എല്ലാവർക്കും പരിചിതനാണ്. അദ്ദേഹത്തെ ഈ മീറ്റിംഗിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഈ സംഘടനയുടെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് ശ്രീ സുനി മാസ്റ്റർ. ഈ സംഘടനയുടെ ഒരു നിശബ്ദ സാന്നിധ്യമാണ്, ഇതിന്റെ ഒരു മസ്തിഷ്കമാണ് ശ്രീ സുനി മാസ്റ്റർ. അദ്ദേഹത്തിന് വളരെ കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിയാണ്. ഈ സംഘടനയെ ഒന്നിപ്പിച്ച് കൊണ്ടുപോകണം, അതിന് വലിയ വലിയ ആശയങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് പുള്ളി ട്രെയിനിങ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ് സുനി മാസ്റ്റർ. അദ്ദേഹത്തെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സംസ്ഥാന തലത്തിൽ നടക്കുന്ന സകല കാര്യങ്ങൾക്കും അദ്ദേഹമാണ് അതിന്റെ ക്യാമറയും കാര്യങ്ങളും കൈകാര്യം ചെയ്തുകൊണ്ട് പൊതുജനങ്ങളിലേക്ക് സോഷ്യൽ മീഡിയയിലൂടെ എത്തിക്കാനായിട്ട് വളരെ താല്പര്യമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സഹോദരനാണ് ശ്രീ ടോം മാത്യു. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ കൊല്ലം ജില്ലയിൽ നിന്ന് ഈ മീറ്റിംഗിലേക്ക് കടന്നു വന്നിരിക്കുന്ന നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരും ആലപ്പുഴയിൽ നിന്നും ഒരു പുള്ളി അരവിന്ദൻ, നമ്മുടെ ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഉള്ളവർക്കെല്ലാം പുള്ളിയെ അറിയാം, എല്ലാവർക്കും അറിയാൻ സാധ്യതയില്ല. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പൊക്കെ വളരെ സജീവ സാന്നിധ്യമാണ്. ചെറിയാൻ സാറിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് അദ്ദേഹം ആലപ്പുഴയിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്നു. അദ്ദേഹത്തെ പ്രത്യേകിച്ച് സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളുണ്ട്. ഈ ആശയത്തെ സ്നേഹിക്കുന്ന, അതിലുപരിയായി ചെറിയാൻ സാറിനെ സ്നേഹിക്കുന്ന ഒത്തിരി പേര് ഇവിടെ കിടന്നു, ഇനിയും കടന്നു വരാത്ത ആൾക്കാരുണ്ട്. അവരെല്ലാം കടന്നു വരും എന്ന് വിശ്വസിക്കുകയാണ്. എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുകയാണ്. നമ്മുടെ സംസ്ഥാന ട്രഷറർ അലക്സ് പി, നമ്മുടെ ഈ ഫണ്ടിന്റെ കാര്യങ്ങളും ഒക്കെ വളരെ സജീവമായി വളരെ ആധികാരികമായി കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് നമ്മുടെ സംസ്ഥാന ട്രഷറർ. കാരണം അദ്ദേഹം വളരെ ബുദ്ധിമുട്ടിയാണ് ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശ്രീ അലക്സ് പിയെയും ഈ മീറ്റിംഗിൽ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി ക്ഷമിക്കണം. കാരണം ഇതൊരു അനുശോചന യോഗമാണ്. ആ ഒരു പരിഗണന തരണം. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സദയം ക്ഷമിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നമുക്ക് സ്വീകരിക്കുന്നു. ജഗദീശ്വരൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് അധ്യക്ഷ പ്രസംഗം ഉദ്ഘാടനത്തിന് ശേഷം ഈ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ കൊല്ലം ജില്ലയുടെ രക്ഷാധികാരി ചെറിയാൻ സാറിന്റെ കാര്യം പറഞ്ഞതുപോലെ എല്ലാവർക്കും പ്രിയപ്പെട്ട എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതെല്ലാം വളരെ തന്മയോടുകൂടി ചോദ്യം ചെയ്യുന്ന പ്രധാനമന്ത്രി സാറിനെ ഉദ്ഘാടനത്തിനോട് യാതൊരു ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ വേദിയിലിരിക്കുന്ന നമ്മുടെ വിശിഷ്ട അതിഥികൾ, അതുപോലെ തന്നെ വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഈ ഒരു അനുശോചന യോഗം ഉദ്ഘാടനം ചെയ്യുക എന്നതാണ് എന്റെ ധർമ്മം. അപ്പോൾ ഈ നമ്മുടെ പ്രിയങ്കരനായ ചെറിയ സാറിനെ കുറിച്ച് എല്ലാവർക്കും നല്ലത് മാത്രമാണ് പറയാനുള്ളത് എന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ അകാല നിര്യാണത്തിൽ അനുശോചന യോഗം നമ്മൾ സംഘടിപ്പിച്ചപ്പോൾ അതിൽ പങ്കെടുത്ത ആളുകളുടെ എണ്ണത്തിൽ വളരെയധികം വിഷമമുണ്ട്. 60 വയസ്സ് കഴിഞ്ഞ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും ജീവിക്കാൻ വേണ്ടി, അന്തസ്സായി ജീവിച്ചു മരിക്കാനും വേണ്ടി 10,000 രൂപയെങ്കിലും പ്രതിമാസം പെൻഷൻ വാങ്ങിക്കൊടുക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി
രൂപീകൃതമായിട്ടുള്ള ഈ വണിജ്യവൽക്കക്ഷൺ എന്ന ഈ സംഘടനയില് വളരെ ആത്മാർത്ഥമായി പ്രവർത്തിച്ച് ഈ കൊല്ലം ജില്ലയിലെ മുഴുവൻ വാട്സാപ്പ് ഗ്രൂപ്പുകൾ ആയിരക്കണക്കിന് അംഗങ്ങളുള്ള വാട്സാപ്പ് ഗ്രൂപ്പുകളിലെ കഴിവുള്ള ആളുകളെയെല്ലാം കണ്ടെത്തി അവർക്ക് എല്ലാവർക്കും ട്രെയിനിങ് കൊടുത്ത് എല്ലാവരെയും നേതൃനിരയിലേക്ക് കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് ശ്രീ പി ചെറിയാൻ. സ്വയം നേതൃസ്ഥാനത്ത് വരുന്നതിനേക്കാൾ അദ്ദേഹത്തിന് നേതാക്കളെ സൃഷ്ടിക്കാനായിരുന്നു ഇഷ്ടം എന്ന് എന്നോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ കൊല്ലം ജില്ലയില് ആയിരക്കണക്കിന് നേതാക്കളെ അല്ലെങ്കിൽ പ്രവർത്തകരെ ട്രെയിനിങ് കൊടുത്ത നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവന്ന, വളരെയധികം സംസാരിക്കാനും പ്രവർത്തിക്കാനും കഴിവ് പ്രദാനം ചെയ്ത ഒരു മഹത് വ്യക്തിയുടെ അകാല ചരമത്തിന് അനുശോചനം രേഖപ്പെടുത്താനുള്ള ഒരു അനുശോചന യോഗം നമ്മളിവിടെ നടത്തുന്നു എന്ന് മിക്കവാറും കൊല്ലം ജില്ലയിലെ മുഴുവൻ പഞ്ചായത്ത് ഗ്രൂപ്പുകളിലും അതുപോലെ തന്നെ മണ്ഡലം ഗ്രൂപ്പുകളിലും എല്ലാം അറിയിപ്പ് കൊടുത്തതാണ്. അദ്ദേഹത്തിന്റെ ശിക്ഷകണങ്ങളിൽപ്പെട്ട അഡ്മിന്മാര്, ട്രെയിനിങ് ലഭിച്ച അഡ്മിന്മാര് മാത്രം പങ്കെടുത്തിരുന്നുവെങ്കിലും, അതിന്റെ പകുതിയെങ്കിലും പങ്കെടുത്തിരുന്നുവെങ്കിൽ ഇന്ന് ഈ ഹാളൊന്നും മതിയാകുമായിരുന്നില്ല അദ്ദേഹത്തിന്റെ അനുശോചന യോഗത്തിൽ. അതിലുള്ള ഒരു വിഷമം പങ്കുവെച്ചുകൊണ്ട് പറയട്ടെ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അമ്മയും അച്ഛനും രണ്ടുപേരും നഷ്ടപ്പെട്ടു. ഞങ്ങൾ 11 സഹോദരങ്ങളുള്ളതിൽ 6 പേരും മരണപ്പെട്ടു. അതൊക്കെ അടുത്ത കാലങ്ങളിലാണ്. എങ്കിൽ പോലും ഇവരാരും മരിച്ചപ്പോൾ എനിക്കുണ്ടാകുന്ന ചെറിയ സംഘടനകളുണ്ടായത് എന്നുള്ളത് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. എന്നോട് ആലോചിക്കാതെ, ഞങ്ങളുടെ അടുത്ത് കൂടി തീരുമാനിക്കാതെ ഞാൻ നമ്മുടെ കൂടുതൽ കടക്കുന്നില്ല. ഇതായിരുന്നു നമ്മുടെ എല്ലാം ഏറ്റവും പ്രിയപ്പെട്ട ചെറിയ സാറിന് ആത്മാവിന് നിത്യശാന്തി ലഭിക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ അനുശോചന യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊള്ളുന്നു. വളരെ ദുഃഖത്തോടുകൂടിയാണ് നമ്മളെല്ലാവരും ഒന്നിക്കുന്ന വൺ പെൻഷൻ എന്ന് പറയുന്ന ഒരു സംഘടന രൂപം വന്നപ്പോൾ കേട്ടവരെല്ലാം അതിന്റെ പുറമെ നിന്ന് പോയി. കാട്ടുതീപുകളെന്ന് പറഞ്ഞു. രാഷ്ട്രീയമില്ല, ജാതിയില്ല, മതമില്ല, വലിയവനെന്നില്ല, ചെറിയവനെന്നില്ല, എല്ലാവരും ഇതിന്റെ പുറകിലേക്ക് വരികയാണ്. കൊല്ലം ജില്ലയിലെ നേതൃത്വത്തിൽ വരുന്ന ശരിയാണ് ആദ്യകാലത്തെ ചിഹ്നമാണ് വരുന്നത്. ഒരുപാട് പേർക്ക് നമ്മുടെ ഈ പൊതുപ്രവർത്തനത്തിൽ ചില കഴിവുകളുണ്ട്. എല്ലാവർക്കും വേണമെന്നില്ല. ഇതിൽ ഒരുപാട് ആളുകൾ ഇരിക്കുന്നവരെല്ലാം പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവരാണ്. എല്ലാവരെയും കൂട്ടി നിർത്തി ആർക്കും ഒരു പരാതി ഇല്ലാതെ കൊണ്ടുപോകാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു പൊതുപ്രവർത്തനത്തിന്റെ കാര്യമാണ്. എല്ലാവരും കിട്ടുന്ന ഒരു കാര്യമുണ്ട്. എന്തെല്ലാം പ്രതിസന്ധികളുണ്ടായാലും, എന്ത് വിഷമങ്ങളുണ്ടായാലും
അതെല്ലാം വളരെ തന്മയത്തോടുകൂടി ചെറിയ കൈകാര്യം ചെയ്യുക. നമുക്ക് അത്ഭുതം തോന്നുന്നതാണ്. പല സ്ഥാനമാനങ്ങളൊക്കെ അദ്ദേഹത്തിന് വന്നിട്ടുണ്ട്. അത് ഞങ്ങൾ തന്നെ സംസാരിക്കുന്നു. സംസ്ഥാന കമ്മിറ്റിയിലെ സെക്രട്ടറി ആയിട്ടും പ്രസിഡന്റായിട്ടും ഒക്കെ സ്ഥാനങ്ങൾ വന്നിട്ടുണ്ട്. അദ്ദേഹം മനഃപൂർവ്വം അതൊക്കെ ഒഴിവാക്കിയതാണ്. എന്നോട് പറഞ്ഞു, വേണ്ട, എനിക്കിപ്പം വേണ്ട, ഞാൻ അതിൽ പങ്കെടുത്ത എന്നെ ആ സ്ഥാനത്തേക്കാണ്. അവിടെ സംസാരം നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു കാരണവശാലും ഞാൻ അതിനകത്ത് പോകുന്നില്ല, ഞാൻ ഒഴിവാകുക എന്ന് പറഞ്ഞ് മാറി നിന്ന ഒരു വ്യക്തിയാണ് ചെറിയ. ഞങ്ങൾ തങ്ങളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട്. സംസ്ഥാന കമ്മിറ്റിക്ക് അംഗമാരായ തൃശ്ശൂരിലെ പല സ്ഥലങ്ങളിലെ ഞങ്ങൾ രണ്ടുകൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. എത്ര മനോഹരമായി ആ യാത്ര ചെയ്യാൻ വന്ന ഒരു കൂട്ടുകാരനും ഒരു ഗുരു, ഒരു സഹപ്രവർത്തകനും എല്ലാം ചേർന്ന ഒരു ആളായി തന്നെയാണ് അദ്ദേഹത്തിനെ കണ്ടത്. ഇവിടെ കൊല്ലം ജില്ലയിൽ തന്നെ വലിയൊരു പ്രശ്നങ്ങളുണ്ടായി. സംസ്ഥാന കമ്മിറ്റിയിൽ ഇച്ചിരി പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ സംസ്ഥാന കമ്മിറ്റി രണ്ടായി പിളർന്നപ്പം ചെറിയ സാറിന്റെ നേതൃത്വത്തിൽ കൊല്ലം ജില്ല ഒരു തീരുമാനമെടുക്കാൻ. നമ്മൾ രണ്ടായി പിളർന്ന ഒരു പാർട്ടിയുടെയും കൂടെ നിൽക്കുന്നില്ല, ഒരു ഗ്രൂപ്പിന്റെയും കൂടെ നിൽക്കുന്നില്ല. നമ്മൾ ഒറ്റയ്ക്കിരിക്കണം, നിഷ്പക്ഷമായിട്ട് നിൽക്കും. അങ്ങനെ ഒരു തീരുമാനമെടുക്കുക. അങ്ങനെ കൊല്ലം ജില്ലയിലെ നിഷ്പക്ഷ ഗ്രൂപ്പായിട്ട് നിന്നും മറ്റേ രണ്ടായിട്ട് പോയ ഒരു 2 ഗ്രൂപ്പിൽ ചേരാതെ കൊല്ലം ജില്ല നിഷ്പക്ഷമായിട്ട് നിന്നു. ഈ നിഷ്പക്ഷമായിട്ട് നിന്നത് എന്തിനാണ്? ഇവരെ രണ്ടുപേരെയും വീണ്ടും ഒന്നിപ്പിക്കും. ഇവർ രണ്ടുപേരെയും ചേർത്ത് ഒന്നിച്ചു കൊണ്ടുപോകാൻ വേണ്ടി ഒരു ശ്രമം നടത്തി. പക്ഷേ ഇവിടെ നിന്ന് ചെറിയ സാറും അങ്ങനെ നേരത്തെ ഒരു 3-4 പേര് ഈ സംസ്ഥാന നേതൃത്വത്തിന്റെ അടുത്ത് ചെന്നു, നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കണം, എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അതെല്ലാം നടച്ച് വായിച്ച് പുറത്ത് ക്ഷമിച്ച് നമുക്ക് ഒന്നായി പോകണമെന്ന് പറഞ്ഞ് ഒരു സന്ധി സംഭാഷണം നടത്തി. അവിടെ ചെന്നിട്ട് അത് പരാജയപ്പെടുകയാണ് ചെയ്തത്. അത് പരാജയപ്പെട്ട് കഴിഞ്ഞിട്ട് ചെറിയ സാർ ഞാനോട് സംസാരിച്ചിരുന്നു പല പ്രാവശ്യം. ഞാൻ ഇനിയില്ല, ഞാനില്ല, അദ്ദേഹം വരുന്നില്ല. പല കാര്യങ്ങളും നമ്മൾ സംസാരിച്ചപ്പോൾ സാർ പറഞ്ഞില്ല, ഞാനിനി വരുന്നില്ല, എനിക്ക് അങ്ങോട്ട് വരാൻ എനിക്ക് താല്പര്യം തോന്നുന്നില്ല എന്നുള്ളൊരു അഭിപ്രായം ഞാൻ ചെറിയ സാറിനോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാർ അങ്ങനെ അല്ല, നമുക്ക് ഒന്നായിട്ടിരിക്കണം, നമുക്ക് ഒന്നായിട്ട് പോകണം. സംസ്ഥാന കമ്മിറ്റിയിലുള്ളവർ നമുക്ക് നിൽക്കട്ടെ, നമുക്ക് കൊല്ലം ജില്ലയിൽ അങ്ങനെ ആയിട്ട് നമ്മൾ നന്നായിട്ട് ആലോചിക്കണം. ഞങ്ങളങ്ങനെ ഒരുപാട് ആലോചിക്കണം. കൊല്ലം ജില്ലയിൽ പല കമ്മിറ്റി എടുക്കാം. കൊല്ലത്തൊക്കെ ഉണ്ട്, ഫാത്തിമ മേഡം ആ ഒരു വീട്ടിലെല്ലാം പോയി ഞങ്ങളുടെ കൂടെ പോയി കമ്മിറ്റി എടുത്തിട്ടുണ്ട്. ശക്തിയുള്ളവരെ പോയി ഞങ്ങൾ എന്നോട് പോയി കമ്മിറ്റി എടുത്തിട്ടുണ്ട്. കൊല്ലം ജില്ലയുടെ എല്ലാ മണ്ഡലങ്ങളിലും എല്ലാ പഞ്ചായത്തിലും കമ്മിറ്റി എടുക്കണമെന്നായിരുന്നു ഞങ്ങളുടെ എന്നോട് തീരുമാനം. സാറിനോട് ഞാൻ പറഞ്ഞു, സാറേ നമുക്ക് അങ്ങനെ മനസ്സിലെന്നാ അദ്ദേഹം മരണം നമ്മൾ അറിഞ്ഞു. ഞാൻ വിചാരിച്ച ആരോ തെറ്റായി കൊടുത്തതായിരിക്കും, വിരോധികളെ ആരെങ്കിലും കൊടുത്തതായിരിക്കും എന്നാണ് അന്ന് ആദ്യം വിചാരിച്ചത്. ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല. നമ്മൾ ആ മരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഹൃദയം തകർന്നു പോവാണ് ചെയ്യുന്നത്. വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ വാക്കുതർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആശയവിനിമയത്തിൽ ഒരുപാട് തർക്കങ്ങളൊക്കെ ഞങ്ങൾ സംഘടനകളുടെ പേരിൽ ഒത്തിരി തർക്കങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ഒരു ബന്ധം ഞങ്ങൾ ഇതുവരെ വിട്ടിട്ടില്ല. ഞാൻ ഗ്രൂപ്പ് കയറി സംസാരിക്കാറില്ലാത്ത സമയത്ത് ഞങ്ങൾ പേഴ്സണലി സംസാരിക്കുകയാണ്. PML മിക്കവാറും സംസാരിക്കും. എന്റെ ഓഫീസിൽ വരുവാനുണ്ട്, പല പ്രാവശ്യവും വന്നിട്ടുണ്ട്. ഈ ലണ്ടൻ പിരിഞ്ഞിരിക്കുന്ന സമയങ്ങളിലെല്ലാം എന്റെ ഓഫീസിൽ വന്നിരിക്കുകയാണ്. ഞങ്ങൾ ആശയവിനിമയങ്ങളുടെ സംഘടനയെ കുറിച്ച് സംസാരിക്കുമായിരുന്നു. മറക്കാൻ പറ്റാത്ത ഇത്രയും ഒരു നേതൃസ്ഥാനത്തിന് ഒരു പൊതുപ്രവർത്തനം വേണ്ടുന്ന ക്വാളിറ്റികൾ മൊത്തമാണ് വ്യക്തി വിളിക്കുന്നത്. എന്തോ നമ്മുടെ കൊല്ലം ജില്ലയ്ക്ക് ഏറ്റവും വലിയൊരു നഷ്ടമായി പോയി. ഏറ്റവും വലിയൊരു നഷ്ടം. ഈ നഷ്ടം നമ്മൾ നികത്തണം. നമ്മൾ വളരെ കുറച്ച് ആളുകൾ മാത്രം ഇപ്പൊ ഇതിന്റെ പ്രവർത്തനത്തിന്റെ ചുക്കാൻ പിടിക്കുന്നവരുണ്ട്. ഈ ഇരിക്കുന്നതിൽ മിക്ക ആൾക്കാരും അതിന്റെ ആളുകളാണ്. നമ്മളിത് മുന്നിൽ കൊണ്ടുപോകണം. ചെറിയ സാറിന്റെ തീരുമാനങ്ങൾ, ആ ആശയങ്ങൾ, ആ പാത നമ്മൾ ചെയ്യണം. നമ്മളിത് നന്നായി
ഈ കൊല്ലം ജില്ല കേരളത്തിലെ ഒന്നാമത്തെ OIUPയുടെ പ്രവർത്തകരും സംഘടന കെട്ടുറപ്പുള്ളവരുമായിട്ടുള്ള വകുപ്പാണ്. നമ്മൾ ഓരോരുത്തരും വാശിയോടുകൂടിയാണ്. അത് നമ്മുടെ സാറിന്റെ ചെറിയാൻ സാറിന്റെ അടിസ്ഥാനത്തിലാണ്. ചെറിയാൻ സാറാണ് നമ്മുടെ ഏറ്റവും വഴികാട്ടി. അദ്ദേഹത്തിനെ പിന്തുടർന്നുകൊണ്ട് നമ്മുടെ എല്ലാം ഒരു വളരെ ശക്തമായിട്ട് ഇതിന്റെ മുന്നിലേക്ക് പോകണം എന്ന് മാത്രം പറയാണ്. ഓർമ്മകൾ പറയാനുണ്ട്. ഇതുകൊണ്ട് ഞാൻ പറയുന്നില്ല. നമ്മുടെ സംസ്ഥാന തലങ്ങളിൽ നിന്നൊക്കെ OIUPയുടെ വലിയ പ്രവർത്തകർ നമ്മുടെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അവര് ഒക്കെ ഈ സാറിന്റെ ആ പ്രവർത്തനവും ഇടപെടലും ആ കാര്യങ്ങളെല്ലാം മനസ്സിൽ വളരെ തളർച്ചതുകൊണ്ടാണ് അവരെല്ലാം ഇതിൽ പങ്കെടുക്കാൻ വന്നത്. വളരെ നീതി തകർത്തുകൊണ്ടാണ്. റോജർ സെബാസ്റ്റ്യൻ സാറും ഇതിന്റെ ഈ പരിപാടിയിൽ പങ്കെടുക്കും. വലിയൊരു പ്രവർത്തനമാണ്. ഇപ്പൊ കേന്ദ്രത്തിൽ കർഷക സമരത്തിന്റെ പരിപാടിയിൽ അദ്ദേഹം കേന്ദ്രത്തിൽ പങ്കെടുത്ത ആളാണ്. അറസ്റ്റ് വഹിച്ച ആളാണ്. അദ്ദേഹമൊക്കെ ഇന്ന് നമ്മുടെ ഈ പരിപാടിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ ഇനി ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ ഒരുപാട് പറയുന്നതിന് വേണ്ടി ശ്രീ റോജർ സെബാസ്റ്റ്യനെ ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ആദ്യം തന്നെ കുടുംബത്തോടൊപ്പം ഞങ്ങൾ പങ്കുചേരുന്നതിനും ശരിയാക്കാരനെ പറ്റി പറയുകയാണെങ്കിൽ OIUP എന്താണ്, എങ്ങനെ പോകണമെന്നുള്ളത്, ഇല്ലെങ്കിൽ എന്താണ് നേതൃത്വ ഗുണം എന്താണെന്നുള്ളത് നമ്മളെ എല്ലാവരെയും കാണിച്ചു തന്ന ഒരു വ്യക്തിത്വമാണ്. ആരായിരിക്കണം നേതാവ് എന്ന് പറഞ്ഞാൽ എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് കൂടെ നിർത്താൻ കഴിയുന്ന ആളായിരിക്കണം എന്ന ഒരു ക്വാളിറ്റിയാണ് ഒരു നേതാവിനുണ്ടായിരിക്കേണ്ടത്. അത് വളരെ വ്യക്തമായി നമ്മളെ കാണിച്ചു തന്നുകൊണ്ട് സംഘടനകൾ അല്ലെങ്കിൽ OIUP പ്രസ്ഥാനങ്ങൾ പോലെ നിർത്തപ്പെടും. കൊല്ലം ജില്ലയിൽ ഒന്ന് മതി, അതിൽ നമുക്ക് ഞാൻ മാറി നിൽക്കാം, എവിടെയും എന്ത് പ്രവർത്തനത്തിൽ ഞാൻ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കൊല്ലം ജില്ലയിലെ സഹപ്രവർത്തകരെ ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയും എന്നാൽ പല കർഷകങ്ങളായി പ്രവർത്തിക്കുന്നവരോട് കൊല്ലം ജില്ലയിൽ ഒരു സംഘടന മതി, നമ്മൾ ഒന്നാണ് എന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ട് ഒരു നല്ല നേതാവ് എന്തായിരിക്കണമെന്ന് നമ്മൾ ഓരോരുത്തരെയും കാണിച്ചു തന്നുകൊണ്ട് ലക്ഷ്യത്തിൽ എത്തിച്ചേരണമെങ്കിൽ ഒന്നായി പ്രവർത്തിച്ചാൽ മാത്രമേ ലക്ഷ്യം കാണുമെന്ന് തർപ്പിച്ചു പറഞ്ഞ ഒരു വ്യക്തിത്വത്തിനുടനെയാണ്. അതാണ് OIUP പ്രസ്ഥാനങ്ങൾ എല്ലാം കണ്ടുപഠിക്കേണ്ടത്. അദ്ദേഹത്തിനെ നമ്മൾ അനുസ്മരിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇനിയെങ്കിലും എല്ലാ OIUPകളും എങ്ങനെ ഒന്നിച്ചു പോകാമെന്ന് മാത്രം ചിന്തിച്ചുകൊണ്ട് നല്ലൊരു പ്രവർത്തനം കാഴ്ചവെച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആ സ്വപ്നം പൂവണിയിക്കാൻ നമ്മളെ കൊണ്ടാകും. അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയൊരു ആദരവായിരിക്കും അതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസരിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തായിട്ട് സംസാരിക്കുന്നുണ്ട് സുജുമാഷ് ക്ഷണിക്കാം. നമ്മുടെ യോഗത്തിന്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ബഹുമാന്യായ ശ്രീ സഹദേവൻ ചെന്നപ്പാറ, പ്രിയങ്കരനായ ചെറിയാൻ സാറിന്റെ സഹധർമ്മിണി ശ്രീമതി രാജി, പുത്രൻ പ്രധാനമന്ത്രി സാർ, ബിജു കെ ബേബി, ശ്രീ റോജർ സെബാസ്റ്റ്യൻ, ശ്രീ അലക്സ് പി ടി, അതോടൊപ്പം സദസ്സിലിരിക്കുന്ന ആദരണീയരായ OIUPയുടെ ധീരരായ പ്രവർത്തകർ, ഒരുപക്ഷെ വേർപാട് ഒഴിവാക്കാൻ വയ്യാത്തതും വേദനാജനകവുമാണ്. എന്നിരുന്നാലും അതൊരു യാഥാർത്ഥ്യമാണ്, നമുക്കത് അംഗീകരിച്ചേ മതിയാവും. അപ്പോ ഈ വേർപാടിൽ നിന്നും ഈ യാഥാർത്ഥ്യം നമുക്ക് ഉൾക്കൊള്ളുമ്പോൾ നാം ചെയ്യേണ്ടത്
നാം ദുഃഖാന്തരാണെങ്കിൽ പോലും നമുക്ക് വഴിതെളിച്ചു തന്ന നമ്മുടെ സഹോദരൻ എന്താണോ ഉദ്ദേശിച്ചത് അതിലേക്ക് നമ്മൾ പ്രയാണം ചെയ്യുക എന്നത് തന്നെയാണെന്നാണ് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നത്. കാരണം ഞാൻ പലപ്പോഴും അദ്ദേഹത്തെ ജനിച്ചപ്പോഴേ പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്ത ചെറിയാൻ സാറേ എന്നാണ് പറയാറുണ്ട്. അത്രമാത്രം ഹൃദയൈക്യം തലേ ദിവസം 1 മണിക്കൂറോളം ഒന്നിച്ചു ചേരേണ്ടതിന്റെ ആവശ്യകതകളെ കുറിച്ചും മുൻപോട്ട് വെച്ച ഈ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ 1, 2, 3 എന്ന് എങ്ങനെ നമ്മൾ ഒരു ചാർട്ട് തയ്യാറാക്കണമെന്നും അത് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പ്രയാണം ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും അത് അവസാനം അത് ചെന്നെത്തുക എവിടെയാണെന്നുമെല്ലാം ഞങ്ങൾ 1 മണിക്കൂറോളം സംസാരിച്ചു. അതിനെ സംബന്ധിച്ച് ഒരു നോട്ട് തയ്യാറാക്കണം എന്റെ അടുത്ത് പറഞ്ഞു. ആ നോട്ടും ഞാൻ തയ്യാറാക്കി. രാവിലെ കുറച്ച് തിരക്കുകളായിരുന്നു, പ്രത്യേകിച്ച് കർഷക ഉച്ചകോടികളുമായിട്ട് ബന്ധപ്പെട്ട് വളരെ തിരക്കിലായിരുന്നു. അപ്പോ ഈ വിവരം അറിയുന്നത് അതിനോടനുബന്ധിച്ച് അതുകൊണ്ട് ഈ മെസ്സേജ് ഫോർവേഡ് ചെയ്ത് കൊടുക്കാൻ പറ്റി. ആ ഒരു ദുഃഖം മാത്രമേ ആ ഒരു വിഷയത്തെ സംബന്ധിച്ച് എനിക്കുള്ളൂ. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹത്തിന് ഒന്ന് വായിക്കാനുള്ള ഒരു അവസരം, വായിച്ചു നോക്കാനുള്ള അവസരം, അതിനുശേഷം ക്ലാരിഫിക്കേഷൻ എടുത്ത് നമുക്ക് മുൻപോട്ട് പോകേണ്ട കാര്യത്തെക്കുറിച്ചുള്ള ഒരു ചിന്ത അദ്ദേഹത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഫീഡ്ബാക്ക് മേടിക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു ദുഃഖമാണ് ആ ഒരു കാര്യത്തിൽ വിശേഷിക്കുക. അപ്പോ നമ്മളുടെ മുൻഗാമിയായ അദ്ദേഹം മുൻപോട്ട് വെച്ച കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെ നമ്മൾ കൃത്യമായി നടപ്പിൽ വരുത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. പ്രധാനമന്ത്രി സാർ സൂചിപ്പിച്ചതുപോലെ എണ്ണത്തിലല്ല കാര്യമിരിക്കുന്നത്, തീക്ഷ്ണതയിലാണ് കാര്യമിരിക്കുന്നത്. തീക്ഷ്ണതയുള്ളവരായിരിക്കുക എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം കാര്യം. 100 പേർക്ക് കൂടി ചെയ്യാവുന്ന കാര്യം നമ്മൾ ഒരാൾ ചെയ്താൽ നമ്മൾ അതിമാനുഷ്യരായി എന്നാ പറയുക, അതിമാനുഷ്യരായി എന്നാ പറയുക, എനർജൈസ്ഡ് ആയി എന്നാ പറയുക. ആ എനർജി നമ്മളിൽ നിന്ന് പുറത്തേക്ക് പ്രവഹിക്കുമ്പോഴാണ് മറ്റുള്ളവർക്ക് അത് ഉപകാരപ്രദമാവുക. അത് പുറത്തേക്ക് പ്രവഹിപ്പിക്കുവാനുള്ള ഒരു ആർജവമാണ് നാം കാണിക്കേണ്ടത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നാം കിണഞ്ഞ് പരിശ്രമിക്കുകയും അതിനുവേണ്ട എല്ലാ ചട്ടവട്ടങ്ങളും കൊല്ലം ജില്ലയിൽ ഒരുക്കി വെച്ച് ഒരു മാതൃക കാണിച്ച് അദ്ദേഹം കടന്നുപോയത്. എല്ലാ OIUCകളെയും ഒന്നാക്കാനുള്ള ഒരു തീവ്രശ്രമം അത് കൊല്ലം ജില്ലയിൽ തുടക്കം കുറിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നത് തന്നെ അദ്ദേഹത്തിന്റെ കിരീടത്തിലെ ഒരു പൊൻതൂവൽ തന്നെയാണ്. അപ്പോ അദ്ദേഹം നമ്മളിൽ നിന്ന് കടന്നുപോയെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഓർമ്മകളും അദ്ദേഹം നൽകിയ പാഠങ്ങളും അദ്ദേഹം നൽകിയ പരിശീലനങ്ങളും നമ്മോടൊപ്പം കൃത്യമായി സഞ്ചരിച്ചാൽ അദ്ദേഹം കണ്ട സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ സാധിക്കും. ഒരുപക്ഷെ ചിലപ്പോ ഈ ഒരു പ്രവർത്തനം കൊണ്ട് സമൂഹത്തിന് അല്ലെങ്കിൽ വ്യക്തിക്ക് അല്ലെങ്കിൽ കുടുംബത്തിന് അല്ലെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും എന്ത് നേടാനാണ് എന്ന ഒക്കെയുള്ള ചിന്ത ചില ആളുകളുടെയെങ്കിലും ഉള്ളിൽ അങ്കുരിച്ചേക്കാം. പലപ്പോഴും ഈ പ്രവർത്തനങ്ങളായിട്ട് ഇറങ്ങുമ്പോ ഈ ഒരു സാഹചര്യത്തിൽ പറയാൻ പാടുണ്ടോ എന്നറിയില്ല. എന്നിരുന്നാലും ഭാര്യ പറയും ലോകം നന്നാക്കാൻ പറയുന്നത് അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല, വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കിയാൽ പല കാര്യങ്ങളും നടക്കുന്നു. അങ്ങനെയാണെങ്കിൽ മഹാത്മാഗാന്ധി അങ്ങനെ ഇറങ്ങാൻ പാടില്ലായിരുന്നു, BJP അങ്ങനെയാണെങ്കിൽ നെഹ്റു അതിന് ഇറങ്ങാൻ പാടില്ലായിരുന്നു. ആരെങ്കിലുമൊക്കെ തെളിച്ചു തരുന്ന ദീപങ്ങളാ പിന്നീട് മറ്റുള്ളവർക്ക് മാർഗദർശകങ്ങളാകുന്നത്. ആ ദീപം കൃത്യമായി തെളിച്ച് നമ്മുടെ മുമ്പിൽ തന്ന് ഉത്തമ മാതൃകയായി നേതൃസ്ഥാനങ്ങളിലേക്ക് വരാതെ നേതാക്കന്മാരെ സൃഷ്ടിക്കാൻ വേണ്ടി അശ്രാന്ത പരിശ്രമം ചെയ്ത ഒരു മഹനീയ വ്യക്തിത്വമാണ് നമ്മുടെ ചെറിയാൻ സാർ. അല്ലേ? ആണോ അല്ലയോ? ആണെങ്കിൽ അദ്ദേഹം തെളിച്ചു തന്ന ദീപം നമ്മൾ മുൻപോട്ട് കൊണ്ടുപോകുക. അദ്ദേഹത്തിന്റെ ആ വലിയ ഒരു ക്വാളിറ്റി ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ മുൻപോട്ട് പോവുക. സാധാരണഗതിയിൽ ദേശാടന പക്ഷികളുടെ ചേക്കുകളിൽ വരുമ്പോ നമ്മൾ 2 അവശേഷിപ്പുകളാണ് അവിടെ കാണുക. ദേശാടന പക്ഷികളെ കണ്ടിട്ടില്ലേ? എന്താ അവശേഷിപ്പുകൾ നമ്മൾ കാണാറ്? ദേശാടന പക്ഷി വന്നോ എന്നുള്ളതിന്റെ അടയാളം എന്താണ് ചേക്കിന്? ഒരു വലിയ വൃക്ഷത്തിലെ ദേശാടന പക്ഷി വന്നാൽ നേരെ രാത്രിയിൽ വന്നിരുന്നാൽ നേരം വിളക്കുമ്പോൾ നമ്മൾ ആ വൃക്ഷത്തിന്റെ ചുവട്ടിൽ എന്താ കാണുക? കാഷ്ടവും കാണും, തൂവലുകളും കാണും. അല്ലേ? പക്ഷെ തിരിച്ചറിയാൻ എളുപ്പം കാഷ്ടമാണോ തൂവലാണോ? ആണ് എങ്കിൽ തൂവലുകളാവുക. ഇത് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. ചെറിയാൻ സാറ് കത്തിച്ച ദീപത്തിന്റെ പിന്നാമ്പുറം പറ്റിക്കൊണ്ട് അതിനാവശ്യമായ ഊർജവും എണ്ണയും പകർന്നു കൊടുക്കാൻ നമ്മൾ ഈ ഇത്രയും ഇരിക്കുന്ന ആളുകൾ തയ്യാറായാൽ OIUP എന്ന് പറയുന്ന പ്രസ്ഥാനം ഈ നാടിന് തന്നെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. അതോടൊപ്പം അങ്ങനെ മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ ഇപ്പോൾ ബഹുമാനായ റോയൽ സെബാസ്റ്റ്യൻ ഡൽഹിയിൽ പോയി അറസ്റ്റ് വരിച്ചു. കർഷക
സ്വതന്ത്ര ഓട്ടോറിക്ഷ തൊഴിലാളികൾ, സ്വതന്ത്ര ഡ്രൈവേഴ്സ് യൂണിയൻ, അതോടൊപ്പം തൊഴിലുറപ്പ് പദ്ധതിക്കാര്, ചെറുകിട കച്ചവടക്കാര്, കുടുംബശ്രീ യൂണിറ്റുകള്, അതോടൊപ്പം തട്ടുകടക്കാര്, ഇങ്ങനെയുള്ള ആളുകളുടെ ഇടയിലെല്ലാമുള്ള സജീവമായ പ്രവർത്തനങ്ങളാണ് ഇപ്പം ഞങ്ങൾ കുറച്ച് ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തിനെന്ന് ചോദിച്ചാൽ അത് മറ്റൊന്നിനുമല്ല, പശ്ചിമഘട്ടത്തിൽ നടക്കുന്ന എല്ലാ പ്രതിസന്ധിക്കും കാരണം കർഷകരെ കയ്യേറുന്നതാണ് എന്ന ഒരു വ്യാജ പ്രചരണം ഇവിടുത്തെ രാഷ്ട്രീയ മുതലാളിമാരും രാഷ്ട്രീയ നേതൃത്വങ്ങളും ഇവിടുത്തെ സിവിൽ സർവീസ് സേവൻസ്, IAS IPS ലോബികളും ചേർന്ന് വളരെ സ്പഷ്ടമായിട്ട് അടിച്ചുവിടുന്നുണ്ട്. അപ്പോ അതിനെക്കുറിച്ച് ഞങ്ങൾ പഠിച്ചു വന്നപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം, ഇവിടുത്തെ ഭരണകൂടം പ്രത്യേകിച്ച് സാധാരണക്കാരന്റെയും പട്ടിണി പാവങ്ങളുടെയും കൂടെ നിൽക്കുന്നു എന്ന് പറഞ്ഞ് അധികാരത്തിലേറിയ നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ എന്ന് പാടിയ, ആരും തെറ്റിദ്ധരിക്കണ്ട, പാടിയ ആളുകൾ ആ പാട്ട് നല്ലതായിരുന്നു. പക്ഷെ വയല് കൊയ്തു നമ്മുടേതായി, പക്ഷെ നേതാക്കന്മാരുടെ കർഷകരായി അനുയായികൾക്ക് ആർക്കും ഒന്നും കിട്ടില്ല. അവർ ഇന്നും തോരന് കഞ്ഞി കുമ്പിളിൽ തന്നെ കോരിക്കൊണ്ടിരിക്കുക. ഇതേ അവസ്ഥയാണ് പശ്ചിമഘട്ടത്തിലേക്ക് ആഹാരത്തിനായിട്ട് കടത്തിവിട്ട സാധാരണക്കാരെയും മറ്റുള്ള മനുഷ്യരെയും കയ്യേറ്റക്കാരായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് അവരെ പീഡിപ്പിക്കുന്ന ഒരു സംവിധാനം. പുതിയ നിയമങ്ങൾ കൊണ്ടുവന്ന് ബിൽഡിംഗ് കെട്ടിയാൽ അതിന് പ്രതിസന്ധി, ആ കെട്ടിയ ബിൽഡിങ്ങിന് ഒരു നമ്പർ കിട്ടണമെങ്കിൽ 700, 800, 900 രൂപ കൊടുത്തിരുന്നത് ഇപ്പോൾ 25,000, 30,000, 40,000, 1 ലക്ഷം, 2 ലക്ഷം കൊടുക്കണം. ഇതാണ് നമ്മൾ അറിയാതെ നമ്മളോടൊപ്പം നിൽക്കുന്നു എന്ന് പറയുന്ന സോക്കോളുടെ ഭരണാധികാരികളല്ല നമ്മളെ ചൂഷണം ചെയ്യുന്ന ഒരു വഴി. ആ വഴികൾ ഈ പറയപ്പെടുന്ന കത്തുകടക്കാരനെയും കുടുംബശ്രീക്കാരെയും സ്വതന്ത്ര ഡ്രൈവേഴ്സിനെയും ഓട്ടോറിക്ഷ തൊഴിലാളികളെയും സാധാരണക്കാരെയും മനസ്സിലാക്കി കൊടുക്കുവാനുള്ള വലിയൊരു ഉത്തരവാദിത്വം നമ്മൾ ഓരോരുത്തരെയും കൂടെ ഏറ്റെടുക്കണം. അപ്പോഴാണ് 60 വയസ്സ് കഴിയുമ്പോൾ ഈ പെൻഷൻ കിട്ടേണ്ട പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാകുക. അതുകൊണ്ട് കർഷകരുടെ ഇടയിൽ പ്രവർത്തിച്ചപ്പോ കോതൽ സമാജിനെ കൊണ്ട് സാധിച്ച ഒരു വലിയൊരു കാര്യമുണ്ട്. പഞ്ചാബിലെയും ഹരിയാനയിലെയും ഉത്തർപ്രദേശിലെയും കർഷക സംഘടനകൾ OAOPയുടെ 10,000 രൂപ പെൻഷൻ 60 വയസ്സ് കഴിഞ്ഞ് എല്ലാവർക്കും വേണമെന്ന ആ മുദ്രാവാക്യം ഏറ്റെടുത്ത് അവരോട് ശക്തമായി പ്രവർത്തിച്ചു തുടങ്ങിയപ്പോൾ നമ്മളിവിടെ ഉറങ്ങി തുടങ്ങി എന്ന ഒരു ദുഃഖമാണ് നമ്മുടെ ഇടയിലുള്ളത്. അത് മാറണമെങ്കിൽ നാം കൃത്യമായ പദ്ധതികളോടുകൂടി മുൻപോട്ട് പോവുകയും നമ്മളുടെ മുൻഗാമിയായ ചെറിയാൻ സാറിനെ പോലെയുള്ള ആളുകൾ തെളിച്ചു തന്ന മാതൃകയിലൂടെ മുൻപോട്ട് പോവുകയും ചെയ്യണം. അങ്ങനെ പോകുമ്പോഴാണ് ഈ കർഷക പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മുൻപോട്ട് പോയപ്പോഴാണ് നമ്മൾ ഒരു കാര്യം കണ്ടെത്തിയത്. 29,000 കോടി രൂപയാണ് ഇവിടുത്തെ പെൻഷന് വേണ്ടി സർക്കാർ ചെലവാക്കുന്നത് കേരളത്തിലെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ആ 29,000 കോടി രൂപയെ എല്ലാവർക്കും കൊടുക്കുന്ന പെൻഷന് 25,000 രൂപയാക്കി നിജപ്പെടുത്തിയാൽ ഇന്ന് 1 രൂപ പോലും ഒരിടത്തുനിന്ന് പുറത്തുനിന്ന് കൊണ്ടുവരാതെ മിച്ചം വരുന്ന 13,900 കോടി രൂപ കൊണ്ട് ഏതാണ്ട് 21 ലക്ഷം ദരിദ്ര കുടുംബങ്ങൾക്ക് 5,000 രൂപ വെച്ച് പെൻഷൻ കൊടുക്കാൻ ഇപ്പോൾ സർക്കാർ സാധിക്കും എന്നത് വളരെ സ്പഷ്ടമായ ഒരു കണക്ക് ഞങ്ങൾ പഠിച്ചു. ആ കണക്ക് കർഷക ഉച്ചകോടികൾ അവതരിപ്പിച്ചു, തിരുവനന്തപുരത്തും അത് അവതരിപ്പിച്ചു. അത് രാഷ്ട്രീയ രംഗങ്ങളിൽ ചർച്ചയായി. കാരണം ഇത് പുതിയ തുക കണ്ടെത്തണമെന്ന് പറഞ്ഞ് നമ്മളെ കളിപ്പിച്ചിരുന്ന ആളുകളുടെ മുൻപിൽ നമ്മൾ ബഡ്ജറ്റ് രേഖകളുടെ അടിസ്ഥാനത്തിൽ ഇത് അവതരിപ്പിച്ചപ്പോൾ അവർക്കിപ്പം മിണ്ടാട്ടമില്ലാതായിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിൽ പഠനത്തിലൂടെയും പ്രവർത്തനത്തിലൂടെയും പ്രചരണത്തിലൂടെയും മുൻപോട്ട് പോകാൻ നമ്മളെ കൃത്യമായി അവബോധം നൽകി നമ്മളെ നയിച്ച ഒരാളാണ് ബഹുമാനായ ശ്രീ ചെറിയാൻ സാർ. അപ്പൊ അദ്ദേഹം എടുത്ത ആ എഫർട്ട് നാളെ ഒരു കാലത്ത് തങ്കലിപികളാൽ രേഖപ്പെടുത്തപ്പെടുമെന്നും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കും മക്കൾക്കും തന്റെ പിതാവിനെ സംബന്ധിച്ചും തന്റെ ഭർത്താവിനെ സംബന്ധിച്ചും വളരെ അഭിമാനകരമായ ഒരു ചരിത്രം കേൾക്കാനൊരു സാഹചര്യം ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കൂടുതൽ സംസാരിക്കാൻ ക്ഷമിക്കണം. താങ്ക് യു. സാർ, ഇനി അടുത്തായിട്ട് നമ്മുടെ OAOPയുടെ ആദ്യത്തെ ട്രഷറർ കൂടിയായ ശ്രീ അനൂപ് ശശിധരൻ അവരുടെ വാക്കുകളെ ക്ഷണിക്കുന്നു. ബഹുമാന്യരായ മറ്റ് സദസ്സിലും വേദിയിലും ഇരിക്കുന്ന ബഹുമാന്യരെ, ചെറിയാൻ സാറിനെ കുറിച്ച് എനിക്ക് ഒരുപാട് ബന്ധങ്ങളില്ലെങ്കിലും ആദ്യകാലങ്ങളിൽ നമ്മുടെ സംഘടന തുടങ്ങിയപ്പോൾ മുതൽ അദ്ദേഹമായിട്ട് 1-2 തവണ ഇപ്പോൾ സംസാരിക്കാനിടയായിട്ടുണ്ട്. തീർച്ചയായും നല്ലൊരു അദ്ദേഹത്തിന്റെ ആ വാക്കുകളും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന പ്രതികരണങ്ങളൊക്കെ
നല്ലൊരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് എന്ന് തിരിച്ചറിയാൻ ആ വാക്കുകളിലൂടെ അന്ന് സാധിച്ചിരുന്നു. അതിനുശേഷം ഈ അടുത്ത കാലത്താണ് അദ്ദേഹമായിട്ട് വീണ്ടും ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടാനിടയായത്. അപ്പോൾ അന്ന് അദ്ദേഹം കൂടുതൽ സൂചിപ്പിച്ച ഒരു കാര്യം, ഈ പല ഘട്ടങ്ങളായിട്ട് പിരിഞ്ഞു പോയ വൺ ഇന്ത്യ കൺവെൻഷൻ എന്ന ഈ മഹത്തായ ആശയത്തെ ഒന്നിപ്പിക്കാൻ അദ്ദേഹത്തിന് വളരെയധികം ആഗ്രഹം ഉണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ അദ്ദേഹം ഏത് തലങ്ങളിലും പ്രവർത്തിക്കാൻ തയ്യാറാണ് എന്നുള്ള ഒരു സൂചനയാണ് നൽകിയത്. അപ്പൊ എനിക്ക് അദ്ദേഹത്തിന്റെ ഇത്രയും മഹത്തായ നമ്മുടെ വൺ ഇന്ത്യ കൺവെൻഷൻ ആശയം എന്നത് ജനങ്ങളെ എല്ലാവരെയും ഒന്നായി കാണുന്ന, നമ്മുടെ സാമ്പത്തിക വയോജനങ്ങൾക്ക് വേണ്ടി എല്ലാവർക്കും ഒരുപോലെ കാണുന്ന ഒരു സന്ദേശം അദ്ദേഹം ഇത്രയും ഉൾക്കൊണ്ടുകൊണ്ട് അതിനു വേണ്ടിയിട്ട് ഏതറ്റം വരെയും പ്രവർത്തിക്കാൻ തയ്യാറാകുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ആശയത്തെ കൊല്ലം ജില്ലയിൽ പോലും മനസ്സാൽ ആഗ്രഹിച്ച് നടപ്പാകണമെന്ന് ആഗ്രഹിച്ചിരുന്നവർ പോലും അതിനുവേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറായി വരുന്ന, ആത്മാർത്ഥമായിട്ട് ഏതറ്റയും വരെയും പ്രവർത്തിക്കാൻ തയ്യാറായി വരുന്ന വളരെ ചുരുക്കം ആളുകളിൽ ഒരു ഏറ്റവും മഹനീയമായ വ്യക്തിത്വമായിട്ട് തന്നെയാണ് ചെറിയ സാറിനെ കാണുന്നത്. അദ്ദേഹത്തിന് ഈ ഒരു നമ്മുടെ മുന്നോട്ട് ഈ എല്ലാവരെയും ഒന്നിപ്പിച്ചുകൊണ്ട് പോകേണ്ടി വരുന്ന ഒരു ആവശ്യം വരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ വേർപാട് എന്നെ സംബന്ധിച്ചും വളരെയധികം ദുഃഖം ഉണ്ടാക്കുന്ന കാര്യമായിരുന്നു. നിങ്ങളെല്ലാവരെയും ദുഃഖത്തിൽ എന്ന പോലെ അദ്ദേഹത്തിന്റെ ആശയം മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ഓരോരുത്തരും അദ്ദേഹത്തിന് കൊടുക്കേണ്ട ഒരു ആദരം ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രവർത്തിക്കാൻ തയ്യാറാകുന്നതിലൂടെ കൊടുക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അതോടൊപ്പം ഈ OUP കുടുംബത്തിൽ അദ്ദേഹത്തിന്റെ സ്വന്തം കുടുംബം, അദ്ദേഹത്തിന്റെ പ്രിയതമയും മകനും എത്തിച്ചേർന്നിട്ടുണ്ട്. അവരുടെയും അദ്ദേഹത്തിന്റെ ഒരു കുടുംബം എന്നുള്ള രീതിയിൽ നമ്മുടെ OUP കുടുംബത്തിലെ എല്ലാവരുടെയും ഒരു കർത്തവ്യമാണ് അവരുടെ ക്ഷേമാന്വേഷണങ്ങൾ തുടർന്നും നടത്തിക്കൊണ്ട് അവരുടെ നമ്മളെ ചെയ്യാൻ സാധിക്കുന്ന സഹായങ്ങൾ അവർക്ക് വേണ്ടി ഭാവിയിലും ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ചെറിയ ആലപേന്ദ്രൻ ചേർന്ന് നമുക്ക് എല്ലാവർക്കും പരിചയമാണ്. അദ്ദേഹം നേരത്തെ തന്നെ ഇവിടെ വരുന്നു. അദ്ദേഹത്തിന് ഞാൻ എന്തുകൊണ്ട് പറയാൻ അതിലൂടെ ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ പറഞ്ഞ ആലപ്പുഴയല്ല ഉണ്ട്, ആലപ്പുഴ ജില്ലയെന്ന് മാത്രമേ ഉള്ളൂ. ആലപ്പുഴയുടെ വടക്ക് കിഴക്കേ അറ്റമായ പെരുമ്പളം എന്ന് തുരുത്താണ്. ഈ തുരുത്ത് എന്ന് പറയാൻ കാരണം, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഈ മാർത്തോമ്മ ആ തുരുത്തിൽ വന്നപ്പോൾ 3 മണിക്കാണ് ഇവിടെ വന്നത്. ഞാൻ വിളിച്ചപ്പോൾ അന്ന് ഞാൻ ചെറിയ സ്ഥാനം കണ്ടിട്ടില്ല. ഞാൻ പറയും, സാറേ പോവുകയാണ്, 4 മണിയാകുമ്പോൾ എനിക്ക് എത്താൻ പറ്റില്ല, എനിക്ക് വേണ്ടി അദ്ദേഹം ഒരു സ്പീഡ് ലോഞ്ച് അറേഞ്ച് ചെയ്ത് ഞാൻ വന്നു. ഇത് ഈ വേദിയിൽ പറയാൻ കാര്യം, ഏതാണ്ട് 3 മാസം മുമ്പ് ചെറിയ സാറ് കളമശ്ശേരിയിൽ എന്തോ കൂണിന്റെ കാപ്പിപ്പൊടി ബിസിനസ് അതിന്റെ ഒരു പരിപാടിയായിട്ട് വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ചേട്ടൻ എവിടെയുണ്ട്? ഞാൻ പറഞ്ഞു, പെരുമ്പളത്താണ്. അതെവിടെയാണ്? ഞാൻ പറഞ്ഞു, തൃപ്പൂണിത്തുറക്കടുത്താണ്. എനിക്ക് പെരുമ്പളത്തൊന്നും വരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വെൽക്കം സാർ, എന്റെ നാട്ടിലേക്ക് വരാം. അപ്പോൾ ഈ കായലാണെന്ന് പറഞ്ഞപ്പോൾ സാറിനൊരു വിശ്വാസം വന്നില്ല. ഞാൻ വാട്സപ്പിൽ സ്ഥലവും ഒക്കെ പറഞ്ഞു കൊടുത്തു. ചെറിയ സാറ് ആ പെരുമ്പളം ദ്വീപിൽ, അതായത് തൃപ്പൂണിത്തുറക്കടുത്ത് എൻ്റെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞ് എന്നെ പരിചയമുള്ള ആൾ എന്നെ വന്ന് 2 കിലോമീറ്റർ ദൂരെയാണ് വന്നത്. ഒരു പരിചയമുള്ള ആൾ ഒരു ബൈക്കിൽ കയറ്റി വിട്ടു. പിന്നെ ഞാനൊരു പയ്യനെ വിട്ടു. വീട്ടിൽ വന്നു കഴിഞ്ഞ് ഞാൻ ചെറിയ സാറ് അവിടെ വന്ന് എൻ്റെ അവിടെ വന്ന് ഭക്ഷണം കഴിച്ചു. കുറച്ച് നടന്നു കഴിഞ്ഞപ്പോൾ എനിക്കിവിടെ നടക്കുമെന്ന് പറഞ്ഞു. കാല് വേദന എടുത്തു. ഞാൻ ചെറിയ സാറ് അങ്ങൊന്നും തോന്നരുത്, അങ്ങൊരു അഗ്നിപർവ്വതം ആണെന്ന് എനിക്ക് തോന്നുന്നത്. എന്തൊക്കെയോ ഒഴിക്കുന്നുണ്ടല്ലോ, സാറിനെ കണ്ടിട്ട് നല്ല ജെന്റിൽമാൻ, കാല് വേദനിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കാമെന്ന് പറഞ്ഞു. അപ്പം എന്നോട് എനിക്ക് കാല് എനിക്ക് വേദനയുണ്ട്. ആ സബ്ജക്ട് അവിടെ തീർന്നു. അത് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്ക് ഈ കൂണിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അറിയണം. ഇനി ഞാൻ മറ്റൊരു കാര്യം പറയാനുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞു, എനിക്ക് ഈ രാജ്യമൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാ ദിവസവും എനിക്ക് പ്രാസംഗികർ പറഞ്ഞ പോലെ എന്നെ വിളിക്കും, വാട്സപ്പിൽ മെസ്സേജ് അയക്കും. എന്നോട് പറഞ്ഞു, എനിക്ക് സിനിമയിലൊന്ന് അഭിനയിക്കണമെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു, എൻ്റെ മകൻ ഒരു സിനിമാ സംവിധായകനാണ്. അടുത്ത കാലത്ത് അത് ഇതൊക്കെ കിടക്കുന്നത് ബജാർപുരം മുണ്ടാജൻ പ്രൊഡ്യൂസർ സിനിമയാണ്. 3ാമത്തെ പടത്തിലാണ് ഞാൻ സാറിനെയും കൊണ്ട് മോഹൻ താമസിക്കുന്ന തൃപ്പൂണിത്തുറ പോയി. അവിടുത്തെ ചെറിയ സാറിനെ കണ്ടു. അപ്പോൾ അവൻ പറഞ്ഞു, ഇതിലൊരു റോള് സാറ് എന്തായാലും ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞു. എൻ്റെ മകളുടെ മരുമാൻ്റെ
സോറി മകളുടെ ഹസ്ബൻഡ് ആ വീട്ടുകാർ പിള്ളേരെ കൊണ്ട് ആക്കുകയും ചെയ്തു. അന്നും രാവിലെ എനിക്ക് മെസ്സേജ് അയച്ചാണ്. അത് കഴിഞ്ഞ് ആദരാഞ്ജലിയിൽ നിന്ന് വന്നപ്പോൾ ഞാൻ അന്നമ്മ മേഡത്തെ വിളിച്ചു, ബാസുരാംഗ മേഡത്തിനെ വിളിച്ചു, മിനി സാബിനെ വിളിച്ചു. എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാര്യം അദ്ദേഹം പറഞ്ഞ മാതിരി എൻ്റെ ഒരു ചേട്ടൻ മരിച്ചിട്ട് പോലും എനിക്ക് കരയേണ്ടി വന്നിട്ടില്ല. കരയണ എനിക്കിഷ്ടമല്ല. ഞാൻ എപ്പോഴും ചിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഞാൻ 5:30 വീട്ടിൽ നിന്ന് പോകുന്ന ഇവിടെ വന്നപ്പോൾ 12 മണിയായി. എൻ്റെ കൂടെ കമ്പനി ജോലി ചെയ്ത 2 പിള്ളേർ എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇനിയിപ്പോൾ ഒരു വണ്ടി കൊണ്ടുവന്നാക്കും. അപ്പം ഞാൻ ഈ യോഗം തീരുന്നവരെ നിൽക്കണില്ല. ഞാൻ പറഞ്ഞില്ലേ, പെരുമ്പളം എന്ന പേരാണെങ്കിലും ഞാനാണ് അന്ന് കടന്നാൽ കുടിക്കുന്ന പേര്. 4 ലക്ഷം വെള്ളം നിങ്ങൾക്ക് കുടിച്ചാൽ മതി. ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ പാല അവിടെ വരികയാണ്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞത് ഒരു അഗ്നിപർവ്വതാണോ സാധ്യത വെച്ചുമാതിരി ഈ നല്ല സാമൂഹ്യ പ്രവർത്തകർ എപ്പോഴും ചില പ്രശ്നങ്ങൾക്ക് ഉണ്ടാവും. അതിൽ നിന്ന് ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നാളെ ഒരിക്കൽ ചെറിയാൻ സാറിന്റെ ഭാര്യ വന്നിട്ട് ഞാൻ PG ചെറിയാൻ സാറിന്റെ ഭാര്യയാണെന്ന് പറഞ്ഞാൽ എവിടെ ചെന്നാലും ഒരു പ്ലസ് പോയിന്റ് കിട്ടും എന്ന് അടിവരായിട്ട് പറയുകയാണ്. അതിലുപരി അദ്ദേഹത്തിന്റെ മകൻ എന്ന് പറഞ്ഞാൽ ഞാൻ PG ചെറിയാൻ സാറിന്റെ മകനാണെന്ന് പറഞ്ഞാൽ എവിടെ ചെന്നാലും ഒരു ചെയർ കിട്ടും, ഒരു പ്ലസ് പോയിന്റും ആയിരിക്കും. അത് എന്നും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് സത്യത്തിന് ഒരുപാട് സംസാരിക്കണമെന്ന് പറയാം. ഈ കാലയളവിൽ ചെറിയാൻ സാറിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു പോയി. എൻ്റെ മനസ്സിൽ ഞാൻ ഇത്തരം സംഭവങ്ങൾ കുറിച്ചു വെക്കുന്നുണ്ട്. ഞാൻ എൻ്റെ പേര് വിട്ടിട്ടുണ്ട്, നോവുകൾ നൊമ്പരങ്ങൾ എന്ന് പറയും. ഞാൻ ചെയ്യുന്ന യാത്രയിലും ജീവിത സാഹചര്യത്തിൽ ഉണ്ടാകുന്ന അനുഭവങ്ങൾ ഞാൻ നോവുകളായിട്ടും നൊമ്പരങ്ങളായിട്ട് വെക്കുന്നു. എനിക്ക് എൻ്റെ നോവായിട്ടും നൊമ്പരമായിട്ടും മനസ്സിൽ നിൽക്കുന്നത് സാറിന് ആ സിനിമയിൽ അഭിനയിപ്പിക്കാൻ പറ്റിയില്ലല്ലോ എന്നോർത്താണ്. അത് ഈ കാലയവനിയേക്കുള്ള അദ്ദേഹം അറിയുമെന്നാണ് നമ്മളാരും പ്രതീക്ഷിച്ചല്ല. എന്നാലും എനിക്ക് കൂടുതലും ഞാൻ സംസാരിക്കുന്ന ചെറിയാൻ സാറിനും എൻ്റെ കുടുംബത്തിനും ഈ ദുഃഖം മാറാൻ സർവശക്തനായ ദൈവം പ്രാപ്തി കൊടുത്തിട്ട് ആശിക്കാണ്. കൂടാതെ ഞാൻ ഒരു അരമണിക്കൂറിനും പോകും. യോഗം ചെയ്യുന്നവർ നിൽക്കുന്നില്ല. ഞാൻ ഈ പറഞ്ഞ സ്ഥലത്തെത്താണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ചേട്ടാ, നേരത്തെ നമ്മുടെ വൈസ് പ്രസിഡന്റ് ശ്രീമതി അന്നമ്മ ടീച്ചറെ ക്ഷണിക്കുകയാണ്. ഇന്ന് നമ്മെ സംബന്ധിച്ചും വളരെ വേദനാജനകമായ ഒരു ദിനമാണ്. അതായത് നമ്മളുടെ പ്രിയപ്പെട്ട ചെറിയാൻ സാർ നമ്മെ അകാലമായി വിട്ടുപിരിഞ്ഞു പോയി കുറേ ദിവസങ്ങൾ 21 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്ന ഒരു ദിനമാണ് ഇന്നത്തെ നമ്മുടെ ലക്ഷ്യം. അത് നമ്മൾ പ്രധാന കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് അനുശോചനം രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. എല്ലാവർക്കും അനുശോചനം രേഖപ്പെടുത്താൻ സമയം അത്യാവശ്യമാണ്. എങ്കിൽ കൂടി അടുത്ത കാലത്ത് ഞാൻ ചെറിയാൻ സാറുമായിട്ട് ഒരുപാട് ഇടപെടാൻ സാധിച്ചു. അതിൽ ഒത്തിരി വിഷമമുണ്ട്. ഒരുപാട് സ്വപ്നങ്ങൾ സാറിനുണ്ടായിരുന്നു. അതെല്ലാം പങ്കുവെക്കുകയും ടീച്ചർ പോയി നമ്മൾ ഒരു കടമ കടന്നില്ലേ, ഇനി അടുത്ത് നമ്മൾ അടുത്ത് പണിയാൻ പോവുകയാണ്, പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ് എന്നൊക്കെ സാറ് പറയുമായിരുന്നു. അതൊക്കെ ഓർക്കും. ആ സ്വപ്നങ്ങൾ പൂവണിയാതെ പോകുന്നു എന്ന് ഓർക്കുമ്പോൾ വളരെയധികം വേദനയുണ്ട്. ആ സ്വപ്നങ്ങൾ പൂവണിയിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഇവിടെ ഇരിക്കുന്ന വൺ ഇന്ത്യ വൺ പെൻഷൻ ഓരോ അംഗങ്ങൾക്കും ഉള്ളതാണ്. അതുപോലെ സാറിന്റെ വിയോഗം ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കൊല്ലം ജില്ലയെ സംബന്ധിച്ചും വൺ ഇന്ത്യ വൺ പെൻഷനിലെ എല്ലാ ആൾക്കാർക്കും സാറ് ഒരു അധ്യാപകനാണ്, ഒരു ഗുരുനാഥനാണ്. ഞാനൊരു ടീച്ചറാണെങ്കിൽ കൂടി എനിക്ക് എപ്പോഴും ഗുരുവിൻ്റെതായ ഒരു സ്ഥാനമായിരുന്നു ചെറിയാൻ സാർ. ആ ഗുരുസ്ഥായികനായ ചെറിയാൻ സാറിന്റെ വേർപാട് വളരെയധികം വേദനാജനകമാണ്. ഈ തരുണത്തില് കുടുംബത്തിന് വലിയൊരു നഷ്ടമാണ്. അതുപോലെ തന്നെ വൺ ഇന്ത്യ വൺ പെൻഷൻ തീരാ നഷ്ടം തന്നെയാണ്. ഇനി എങ്ങനെയായി തീരും ഈ വൺ ഇന്ത്യ വൺ പെൻഷന്റെ പോക്ക് എന്ന് ഓർക്കുമ്പോൾ എനിക്ക് വളരെയധികം വേദനയുണ്ട്. എങ്കിൽ കൂടി ഇവിടെ കൂടിയിരിക്കുന്നവരൊക്കെ സാറിന്റെ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നതിന് വേണ്ടി മുൻപോട്ട് കൂടുതൽ എത്തിക്കണം എന്നാണ് ഞാൻ ഈ അവസരത്തിൽ എല്ലാവരോടും ആഹ്വാനം ചെയ്യുന്നത്. അതുപോലെ സാറിന്റെ പ്രീതമായ മിസസ് രാജി, കൊച്ചുമകൻ, ഇവർ രണ്ടും നമ്മോടൊപ്പം ഉണ്ട്. അവർക്ക് കൂടുതൽ ഈ വേദനകളൊക്കെ സഹിക്കാനുള്ള കരുത്ത് ജഗദീശ്വരൻ നൽകട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ വ്യക്തിപരമായിട്ടും ഗ്രൂപ്പിന്റെ പേരിലുള്ള എല്ലാവിധ അനുശോചനവും ഇത്തരണത്തിൽ നേരുന്നു. നന്ദി, നമസ്കാരം.
എൻ്റെ സഹപ്രവർത്തകരെ, നമ്മുടെ ഈ അവസരത്തിൽ നമ്മുടെ എല്ലാമായിരുന്ന ചെറിയാൻ സാറിൻ്റെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നതിന് വേണ്ടി കൂടിയിരിക്കുന്ന ഈ അനുശോചന യോഗത്തിൽ ഇന്ന് ഒന്ന് സംബന്ധിച്ച എല്ലാവർക്കും ചെറിയാൻ സാറിനെ പറ്റി വ്യക്തമായിട്ട് സാറിൻ്റെ പ്രവർത്തനങ്ങളും സാറ് നമ്മളെ നയിച്ച ആ രീതികളുമൊക്കെ എല്ലാവർക്കും ഇവരുടേതായ ഓർമ്മകളാണ്. പറയുവാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നമുക്ക് സമയം ചുരുക്കമുണ്ടല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം വൺ ഇന്ത്യ വൺ പെൻഷൻ എന്നുള്ള ആശയം കൊല്ലം ജില്ലയിൽ പ്രചരിപ്പിക്കുന്നതിന് സൗദി അറേബ്യയിൽ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് കൊല്ലത്ത് കണ്ടെത്തിയ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ചെറിയാൻ സാർ. ചെറിയാൻ സാറിനെ ഈ സംഘടനയുടെ നേതൃസ്ഥാനത്തേക്ക് ലഭിച്ചത് തന്നെ ഒരു ഈശ്വര അനുഗ്രഹമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം ഏതൊരു വിഷയം ഏൽപ്പിച്ചാലും നമുക്ക് പ്രയാസം, ഭാരമുണ്ട്, നമ്മൾ എങ്ങനെ ഇത് മറികടക്കും എന്നൊക്കെ ആകുല ചിന്തകളിൽ ഇരിക്കുന്ന സമയത്ത് ചെറിയാൻ സാറിനോട് ആ വിഷയം പറഞ്ഞത് ഒഴിവായി അതിനൊക്കെ പരിഹാരമുണ്ട്. ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു പകുതി എനർജി കിട്ടിക്കഴിഞ്ഞു. ഇത്രയും മോട്ടിവേറ്റ് ചെയ്ത് ഒരു സംഘടനയെ മുന്നോട്ട് നയിക്കാൻ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് സാറിനല്ലാതെ മറ്റാർക്കും പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്ത വ്യക്തിത്വമാണ് ചെറിയാൻ സാറിന് ഓർക്കുവാനാണ് ഈ അവസരം ഓർമ്മിക്കുകയാണ്. അങ്ങനെയാണ് നമ്മളെ കൊല്ലം ജില്ലയിലെ അഡ്മിന്മാരുടെ ട്രെയിനിങ് കോളേജ് പോലെ ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ടാക്കി അതിന്റെ പ്രിൻസിപ്പളായിട്ടൊക്കെ അന്ന് ഓൺലൈനിൽ കൂടെ ഇന്നിവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും ട്രെയിനിങ് തരുവാനായിട്ടും അഡ്മിൻ ട്രെയിനിങ് ഉള്ളതിനെ ആണ് ഇന്നിവിടെ അധികവും വന്നിട്ടുള്ളവർ. ഇനിയും ഒത്തിരി പേര് 2 ഗ്രൂപ്പ് ഫുള്ളായിട്ട് 500 പേര് വരുന്ന ഗ്രൂപ്പ് 2 ഫുള്ളായിട്ട് അതിനപ്പുറം ഉണ്ട് അഡ്മിന്മാർ. അവരെല്ലാം വന്നാൽ ഇന്ന് ഈ സ്റ്റേജൊന്നും പറ്റത്തില്ല. അതുപോലെ ട്രെയിനിങ് കൊടുത്ത വ്യക്തിത്വമാണ് നമ്മുടെ ചെറിയാൻ സാർ. ആ ട്രെയിനിങ് ഉൾക്കൊണ്ടുകൊണ്ടാണ് OIOP ഇന്ന് കൊല്ലത്ത് വളരെ ശക്തമായ രീതിയിൽ പ്രവർത്തിക്കുവാൻ ഇടയായിട്ടുള്ളത്. അതൊന്നും നമ്മുടെ ആരുടെയും പ്രത്യേക കഴിവല്ല. ചെറിയാൻ സാറിന്റെ ഈ ഒരു കോർഡിനേഷൻ എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ച് സംഘടിപ്പിച്ച് കൊണ്ടുപോകുന്നതിലുള്ള അദ്ദേഹത്തിന്റെ സംഘാടന മികവ്, അദ്ദേഹത്തിന്റെ ഈ പ്രവർത്തന മേഖലകളിൽ ഏത് പ്രവർത്തന മേഖലകൾ കൊടുത്താലും അതിൽ അദ്ദേഹത്തിൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിക്കുവാൻ വളരെ കൃത്യമായ രീതിയിൽ കഴിവുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ ചെറിയാൻ സാർ. അദ്ദേഹം തൊട്ടതെല്ലാം പൊന്നാക്കുമെന്ന് പറയുന്ന പോലെ ഏതൊരു കാര്യത്തിൽ കൈവച്ചാലും അവിടെ അദ്ദേഹത്തെ സ്മരിക്കത്തക്ക നിലയിൽ തന്നെ അദ്ദേഹം എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് ചെയ്യുന്നതിൽ വളരെ പ്രയത്നിക്കുകയും ആത്മാർത്ഥത കാണിക്കുകയും ചെയ്ത ഒരു വ്യക്തിത്വമാണ്. നമുക്കെല്ലാവർക്കും പലപ്പോഴും പല പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോഴെല്ലാം ഇതിനെ എങ്ങനെ തരണം ചെയ്യണമെന്ന് ഓർക്കുമ്പോൾ OIOPയുടെ വിഷയങ്ങളാകട്ടെ രാഷ്ട്രീയ വിഷയങ്ങളാകട്ടെ ഏതായാലും അതിനൊരു ആലോചന ചോദിക്കാൻ ചെറിയാൻ സാറിനെ വിളിച്ചാൽ മതി. ചെറിയാൻ സാറിന് അതിന് കൃത്യമായ ഒരു മറുപടി പറയും. അന്നേരം അത് പറ്റിയില്ലെങ്കിലും ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാം, ഒരു 2 മിനിറ്റ് എനിക്ക് തരണമെന്ന് പറഞ്ഞ് തിരിച്ചു വിളിച്ചത് കാര്യം പറയും. അത് അങ്ങനെയൊന്നും ഒരു കാര്യവും ചെയ്യാൻ ഇന്ന് എനിക്കറിയാവുന്ന ഒരുപാട് നേതൃത്വങ്ങളുണ്ട്. അവരാരും അതിനൊന്നും പര്യാപ്തമല്ല. അവർക്കൊക്കെയും ആ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം ഏറ്റാൽ അത് പിന്നെ അത് മറന്നു പോകുക, അല്ലെങ്കിൽ പിന്നെ നമ്മൾ വിളിക്കേണ്ട അവസ്ഥ. അത് നേരെ തിരിച്ച് ആ ഒഴിവായി ആ പറഞ്ഞ വിഷയത്തിൽ ഞാൻ അതിന് മറുപടി കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ ഇന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. കൊല്ലം ജില്ലയിൽ OIOP ഒറ്റക്കെട്ടായിട്ട് കൊണ്ടുപോകണമെന്നുള്ള ആ ഒരു ആശയം, ആ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ച് സദാനന്ദ സാറും ഇതെല്ലാം ഒരു നിഷ്പക്ഷ നിലപാടെടുത്തപ്പോഴും ഞാൻ ആ ഇതിൽ വന്നിട്ട് ഞാൻ പറഞ്ഞു നമുക്കിതെല്ലാം ഒന്നിച്ചു കൊണ്ടുപോകാം. നേതൃത്വം സംസ്ഥാനത്തിൽ എങ്ങനെയൊക്കെ ആയാലും കൊല്ലം ജില്ല ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കുന്നതിന് ഞാനും കൂടെയുണ്ടെന്ന് പറഞ്ഞ് ഒറ്റക്കെട്ടായിട്ട് പോവുകയും കമ്മിറ്റി മീറ്റിംഗ് ഉൾപ്പെടെ പല മീറ്റിങ്ങുകളിലും ഞങ്ങൾക്ക് ഒന്നിച്ച് സംബന്ധിക്കാനൊക്കെ ഇടയായി. സാറിന്റെ ആ ഒരു പ്രവർത്തനവും രീതികളും എല്ലാവരുമായിട്ട് ഇടപെടുന്ന ആ ഒരു ശൈലിയുമൊക്കെ ആർക്കും മറക്കാൻ സാധിക്കത്തില്ല. നമ്മുടെ OIOP എന്ന സംഘടന എത്ര കാലമുണ്ടോ അന്നെല്ലാം ഈ ചെറിയാൻ സാറിനെ നമ്മളെല്ലാവരും ഓർക്കും, സ്മരിക്കും. ആ ഓർമ്മകൾ നിലനിൽക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ പ്രിയപത്നി രാജ്യമാണവും അതേപോലെ ഇളയ മകനും നമ്മുടെ വേദിയിലുണ്ട്. ഇവരെയൊക്കെയും
കാണുമ്പോൾ വളരെയേറെ പ്രയാസമാണെങ്കിലും ചെറിയാൻ സാർ നയിച്ച ഒരു പ്രസ്ഥാനത്തെ നയിച്ച ഒരു രീതിയും അദ്ദേഹത്തിന്റെ കൊടുക്കേണ്ടുന്ന ഒരു ബഹുമാനവും ആദരവും ഒക്കെ ഞങ്ങൾ അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയും മക്കൾക്കും ഒക്കെ ഈ കാലവും ഉണ്ടാകുമെന്ന് ഈ സമയത്ത് അറിയിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും പ്രയാസമുണ്ട്, ദുഃഖമുണ്ട്. അനുശോചനം ഈ സമയത്ത് ആ കുടുംബത്തെയും അതേപോലെ ഇതിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും എന്റെ വ്യക്തിപരമായ പേരിലും OUP കൊല്ലം ജില്ലയുടെ പേരിലുമുള്ള അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം എല്ലാവർക്കും. വൺ-ഇന്ത്യ വൺ-പെൻഷന്റെ പ്രിയ നായകൻ, കൊല്ലത്തെ നമ്മുടെ പ്രധാന നായകന്റെ വേർപാട് അതൊന്ന് അനുശോചിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത്. സാറിന്റെ ശബ്ദം ഒരു ഗ്രൂപ്പിൽ സാറിനെ ആഡ് ചെയ്താൽ ആ സാറിന്റെ ഒരൊറ്റ വോയിസില് സാർ ആരാണെന്നുള്ളത് വ്യക്തമായി കാണാറുണ്ട്. എന്നെ സംബന്ധിച്ചോളം എപ്പോഴും ഞാൻ വഴക്ക് കേൾക്കാറുണ്ട്. സംഘടനയിൽ ബാസുരാങ്ങിക്ക് ഭ്രാന്താണ് എന്ന് പറയാറുള്ള ഒരേ ഒരാള്, സംഘടനയെ മനസ്സിലാക്കുന്ന ഒരാള് ബാസുരാങ്കിയാണെന്ന് എന്നോട് പലപ്പോഴും എന്റെ PM-ൽ വന്നും എന്നെ സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ ചിരിക്കുന്ന മുഖവും സാറിന്റെ ആ ശബ്ദവും നിലച്ചു പോയത് ഒരിക്കലും നമുക്കത് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു വ്യക്തമായ കാരണമാണ്. സാറിന്റെ വോയിസിനെ നമുക്ക് ഒരിക്കലും ഗ്രൂപ്പുകളിൽ കിടക്കുമ്പോൾ ഇപ്പോഴും എടുത്ത് നോക്കുകയാണ്. ആ ശബ്ദത്തിന് പകരം വയ്ക്കാൻ ഇവിടെ ഒന്നുമില്ല, ആരുടെ ശബ്ദമില്ല. ആ ഒരു രീതിയിലാണ് സാറ് നമ്മളോട് ഇടപെട്ടത്. ശബ്ദത്തിന്റെ ഒരു ഉറവിടം തന്നെയാണ് സാറ്. ഈ സംഘടനയുടെ നായകൻ നമ്മളെ വിട്ടുപോയി. ഒരുപാട് കാര്യങ്ങളൊന്നും പറയാൻ എനിക്കില്ല. സാറിന്റെ സംഘടനയുടെ പേരിലും എന്റെ പേരിലും ഞാൻ OUP-യുടെ പേരിലും സാറിന്റെ ആ ശബ്ദത്തെ മാനിച്ചുകൊണ്ട് അനുശോചനം രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. ജോയിന്റ് സെക്രട്ടറി ശ്രീ ലാൽ കിഷോർ വച്ചിരിക്കുകയാണ്. ബഹുമാന്യ അധ്യക്ഷൻ PG ചെറിയാൻ സാറിന്റെ സഹധർമ്മിണി കുടുംബാംഗങ്ങളെ, OUP-യുടെ നേതാക്കളെ, നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത് PG ചെറിയാൻ സാറിന്റെ അനുസ്മരണ യോഗത്തിന് വേണ്ടിയിട്ടാണ്. അനുസ്മരണ യോഗത്തിൽ പ്രതീക്ഷിച്ചുള്ള ആള് എത്തിയില്ല എന്നുള്ളത് സങ്കടകരമായ കാര്യമാണ്. കൂടുതൽ സമയങ്ങളും സംസാരവും ചെയ്യാനുള്ള സമയമല്ലാത്തതുകൊണ്ട് ചെറിയ സാറുമായിട്ട് അനേകം കൂടുതൽ നാളത്തെ ബന്ധമില്ലാത്ത ഒരാളാണ് ഞാൻ. OUP എന്ന പ്രസ്ഥാനത്തിൽ ഇനിയില്ല, ഞാനതിൽ നിന്ന് പിന്മാറുന്നു എന്ന് പറഞ്ഞ് നിന്ന് 1 വർഷമായിട്ട് 2 വർഷമായിട്ട് നിന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അങ്ങനെ നിന്ന സമയത്താണ് കൊല്ലത്ത് ഇങ്ങനെ ഒരു സംഘടന വരികയും അതിനോട് സഹകരിക്കണമെന്ന് പറയുകയും ചെയ്ത് എന്നെ 2 മാത്യു സാർ 2 പേരെ വിളിച്ചു. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ OUP-യിലേക്ക് സഹകരിക്കുന്നില്ല. വ്യക്തിപരമായ കാരണമുണ്ട്. കഴിഞ്ഞ വർഷം ഞാൻ കൊട്ടാരക്കര നിന്ന ഒരാളാണ്. അങ്ങനെ ഒരു ദിവസം രാവിലെ ഞാൻ ഇന്നവരാണ് എന്ന് പറഞ്ഞ് ചെറിയ സാർ വിളിക്കുക. നമ്മൾ സാറെ എനിക്ക് അദ്ദേഹത്തെ അറിയാം, ബന്ധു വെച്ച് അറിയാമെന്ന്, നേരിട്ട് പരിചയമില്ല. ഞാനില്ല സാറെ വിട്ടോളൂ, എന്നെ വിട്ടേ ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ നിൽക്കുകയാണെന്ന് പറഞ്ഞു. ഇപ്പം അതൊരു കാര്യം ചെയ്യുന്നു, എപ്പോഴാണ് സമയമുള്ളതെന്ന് ചോദിച്ചു. ഞാൻ എപ്പോഴും വിളിക്കാമെന്ന് പറഞ്ഞ് കട്ട് ചെയ്തിട്ട് ഒരു ദിവസം വൈകിട്ട് വിളിച്ച് കുറച്ച് നേരം സംസാരിച്ചു. പിറ്റേന്ന് രാവിലെ 6 മണിക്ക് എന്നെ വിളിച്ച് 8 മണി വരെ 2 മണിക്കൂർ സംസാരിച്ച് ഇതിന്റെ കൂടെ ഒപ്പം ഉണ്ടാകണമെന്ന് പറഞ്ഞ് അന്ന് ഒരു തീരുമാനത്തിൽ ഇതിലേക്ക് വരാൻ വന്നു എന്നുള്ളതാണ്. അപ്പം ഇവിടെ വരുന്നവര് എല്ലാവരും അദ്ദേഹത്തിന് സ്മരിക്കാൻ പോലും കഴിയാതെ തോന്നുന്നു, അല്ലെങ്കിൽ സങ്കടപ്പെടുന്നു. തുച്ഛമായ സമയം കൊണ്ട് ഇതിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളൊരു അട്രാക്ഷൻ പവർ ചെറിയ സാറിനുണ്ട്. വരികയും ഞാൻ എന്റെ കാര്യം എന്തെങ്കിലും തുറന്നു പറഞ്ഞു, ഞാൻ എന്റെ കാര്യങ്ങൾ തുറന്നു സംസാരിക്കും, കൃത്യമായി സംസാരിക്കും എന്ന് പറഞ്ഞിട്ട് എന്ത് വേണമെങ്കിലും ആകാം, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാൻ ഇതിൽ വരികയും പ്രവർത്തനങ്ങളിൽ കൃത്യമായ രീതിയിൽ ശരിയെന്ന് തോന്നുന്ന കാര്യം തുറന്നു പറയുകയും ഇടയ്ക്ക് സാറ് പറഞ്ഞ് കണ്ണിച്ച് പറയുകയൊക്കെ ചെയ്തപ്പോഴും എപ്പോഴും വൈകിട്ട് അല്ലെങ്കിൽ ഒരു ടൈമിന് വിളിക്കും. ഞാനങ്ങനെ പറഞ്ഞില്ല, ആൾ പറഞ്ഞ കാര്യം ശരിയാണ്, ഇനി എന്നുള്ള കാര്യങ്ങൾ തക്കാലം ഇങ്ങനെ ചെയ്യുന്നതല്ലേ നല്ലത് മനസ്സിലാക്കുക. ഞാനത് പറഞ്ഞത് നമ്മൾ എത്ര
കട്ടിയുള്ള അല്ലെങ്കിൽ എത്ര മതിൽ പിടിച്ചു നിൽക്കുന്ന ഒരാളായാൽ പോലും ഒരു അരമണിക്കൂർ ഒരു 10 മിനിറ്റ് അദ്ദേഹം സംസാരിച്ചു കഴിഞ്ഞാൽ ആ റൂട്ടിലേക്ക് തിരിച്ചു വരും എന്നുള്ളൊരു കാര്യം ചെയ്യാം. അതിന് സ്നേഹം നമ്മളെല്ലാവരും എല്ലാവരെയും സ്നേഹിക്കാറുണ്ട്, സ്നേഹം കൊടുക്കാറുണ്ട്. അത് തിരിച്ചു കിട്ടുന്നത് കുറവാണ് ആളുകൾക്ക്. നമ്മൾ സ്നേഹിക്കുന്നതൊക്കെ കൃത്യമായ ടാർജറ്റോടുകൂടിയായിരിക്കും. ആ ടാർജറ്റ് ഫ്രീ ചെയ്യുന്നവർക്കായിരിക്കും തിരിച്ചു കിട്ടുന്നത്. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്ത് ടാർജറ്റിനായാലും കൊടുക്കുന്ന സ്നേഹം തിരിച്ച് അദ്ദേഹത്തിന് കിട്ടി. സമ്പത്ത് കിട്ടിയോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം കൊടുത്ത സ്നേഹം അദ്ദേഹത്തിന് തിരിച്ചു കിട്ടി എന്നുള്ളതിന് ഉദാഹരണമാണ് നമ്മൾ ഇന്നത്തെ ഇവിടെ അനുഭവം. ഇതൊരു നമ്മളിവിടെ അദ്ദേഹം ഒരു ദീപം തെളിയിക്കാനുള്ള എല്ലാം സെറ്റ് ചെയ്ത് ആ ദീപം കത്തിച്ചു വെച്ചു. ഇതുകൊണ്ട് പ്രയാണം തുടങ്ങുന്നതിന് മുമ്പാണ് നമ്മൾ നിൽക്കുന്നത്. എന്തായാലും കൊല്ലം ജില്ലയിൽ തുടങ്ങി വെച്ച ഈ ദീപ പ്രയാണം അല്ലെങ്കിൽ തുടക്കം അടുത്ത ഒരു മൂവ്മെന്റ് കൂടി ആ ദീപം തെളിയിച്ച ദീപം ശക്തമായി ഈ കൊല്ലം ജില്ല മുഴുവൻ നല്ല കേരളം മൊത്തം പടരുവാനുള്ള ആവേശവും ആർജവും ഇതിലെ പ്രവർത്തകർക്കുണ്ടാകണം. അതിന് നമ്മൾ പ്രവർത്തകർ തമ്മിൽ സ്നേഹമുണ്ടാകണം. ടാർജറ്റ് ഒഴിവാക്കിയ സ്നേഹമുണ്ടാകണം. ചെറിയ സാറിനെ പോലെ കൃത്യമായി ടാർജറ്റ് വെച്ച് സ്നേഹിക്കരുത്. ഈ സംഘടന മുന്നോട്ട് പോകണമെങ്കിൽ ചെറിയ സാറിനോട് ഇഷ്ടമുണ്ടെങ്കിൽ തോന്നുന്നുണ്ടെങ്കിൽ ടാർജറ്റുള്ള സഹകരണം കുറവായിട്ടുണ്ട്. ഞാൻ നമ്മുടെ സംഘടനയ്ക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്. ആ ദീപ പ്രയാണത്തിന്റെ ബേസ് വേണ്ടിയാണ് സംസാരിക്കുന്നത്. ഗ്രൂപ്പായുള്ള ടാർജറ്റ് ഒഴിവാക്കിയിട്ട് സ്നേഹം കൊടുത്ത് ഈ സംഘടനയിൽപ്പെട്ട ആളുകൾ പരസ്പരം സ്നേഹിക്കാൻ കഴിയണം. ആദ്യം പരസ്പരം ആളുകളെ സ്നേഹിച്ചാണ് ഈ സംഘടന അദ്ദേഹം ഇവിടെ ഈ ദീപം തെളിയിച്ചേക്കുന്നത്. അതിലുള്ള ആളുകൾക്ക് പരസ്പരം സ്നേഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ആ ദീപം എങ്ങനെ കൊണ്ടുപോകാൻ കഴിയും? ഇത് പരസ്പരം ടാർജറ്റുകളും സ്നേഹങ്ങളുമാണ്. ഇത് പറയാൻ കാര്യം ഇത് കൃത്യമായി മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ടാർജറ്റ് ഇല്ലാത്ത സ്നേഹവും നേതാക്കന്മാരാകുക എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹങ്ങളാണ്. എല്ലാവർക്കും നേതാവാകണം. സ്നേഹം കൊടുത്തുകൊണ്ടുള്ളൊരു സംഘടന ഇവിടെ ഉണ്ടാവട്ടെ. കൊല്ലം ജില്ലയിൽ എല്ലാവരും നിന്നും പുറകിൽ ഒന്നിച്ചു നിന്ന് എന്ത് സംഭവവികാസങ്ങളുണ്ടായാലും കൊല്ലം ജില്ലയിൽ ചെറിയാൻ സാറ് കൊളുത്തി വെച്ച് അത് യാത്ര ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ. ആ ദീപം ശക്തമായി കേരളം മുഴുവനും ഓൾ ഇന്ത്യ ഫെഡറേഷൻ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് വേണ്ടി ഉപയോഗിക്കാൻ നമുക്ക് കഴിയട്ടെ. അത് മാത്രമല്ല, നമ്മൾ ഈ പ്രസ്ഥാനമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ രാഷ്ട്രീയ മത പ്രവർത്തനങ്ങൾ ദയവേദി സംഘടനയിൽ കൊണ്ടുവരാൻ ആരും ശ്രമിക്കരുത് എന്നുകൂടി അഭ്യർത്ഥനയുണ്ട്. അദ്ദേഹം അങ്ങനെ തന്നെ ആരും പറഞ്ഞു അത് രാഷ്ട്രീയം അതൊന്നും കലർത്തുന്നില്ല. അല്ലേ, നമുക്ക് ഓൾ ഇന്ത്യ പെൻഷൻ 60 പൈസ കഴിഞ്ഞ ആളുകൾക്ക് പെൻഷൻ കിട്ടണം. ആ പണം നമ്മുടെ കയ്യിലേക്ക് വരുന്ന പണം നമ്മുടെ ഗ്രാമങ്ങളിലും കടമ്പുകളങ്ങളിലും നമ്മുടെ വീടുകളിലും കൊച്ചുമക്കൾക്കൊക്കെ ഉപയോഗപ്പെടും. അല്ലാത്ത പണങ്ങളൊക്കെ അവിടെ ബാങ്കിൽ പൊതുവെ കിടക്കത്തില്ല. ജനത്തിന് ഉപയോഗപ്പെടത്തില്ല. അത് നല്ലൊരു കാര്യത്തിന് വേണ്ടി നിങ്ങൾക്ക് എന്തുകൊണ്ട് കൂടെ ഒന്നുകൂടാ എന്ന് ചോദിച്ച ഒരാളാണ്. അപ്പൊ അത് നന്നായി കൊല്ലം ജില്ലയിൽ മുന്നോട്ട് പോകാൻ കഴിയട്ടെ. എല്ലാവിധ അനുഗ്രഹങ്ങളും അശുദ്ധം ജഗദീശൻ തരട്ടെ. ദൈവത്തിന് പ്രിയപ്പെട്ട എന്നായതുകൊണ്ടായിരിക്കാം പക്ഷേ നേരത്തെ അദ്ദേഹത്തിനെ വിളിച്ചത്. എല്ലാ ചെറിയ സാറിന്റെ യോഗത്തിൽ വചനം ഉൾപ്പെടുത്തിക്കൊണ്ട് നമസ്കാരം. ഇവിടെ ഒരു അനുശോചന യോഗം നടത്തുകയെന്നത് വളരെ ദുഃഖമുള്ള കാര്യമാണ്. പ്രിയ ചെറിയാൻ സാർ, ഞാൻ അദ്ദേഹത്തെ ചെറിയാച്ച എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. കാരണം എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലാണ് ഞാൻ അദ്ദേഹത്തെ കണ്ടിരുന്നത്. നല്ലൊരു മാർഗനിർദ്ദേശം ഈ OAP എന്ന സംഘടനയ്ക്ക് വേണ്ടി നൽകിയ ഒരു വ്യക്തിയാണ് അദ്ദേഹം. നമ്മളെ വിട്ടുപോയി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യമല്ല. അദ്ദേഹം നമ്മളിലൂടെ ജീവിക്കുന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ കുടുംബം ഇവിടെ എത്തിയിട്ടുണ്ട്. അവർക്ക് ദൈവം തമ്പുരാൻ, ജഗദീശൻ നായർ തമ്പുരാൻ എല്ലാവിധ ധൈര്യവും നൽകി മുന്നോട്ട് പോട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു സംസൻ. അടുത്തായിട്ട് സംസാരിക്കുന്നുണ്ട് ശ്രീ അലക്സ് മാമ്പുഴ അവരുടെ ക്ഷണിക്കുകയാണ്. ചെറിയാൻ സാറ് ജീവനോടെ നമ്മുടെ ഒപ്പമില്ലെങ്കിൽ തന്നെയും അദ്ദേഹത്തിന്റെ ആത്മാവ് ഇപ്പോൾ നമ്മളോടൊപ്പം ഈ മീറ്റിങ്ങിലൂടെ ഉണ്ടാകും. ചെറിയാൻ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ
ഒരാൾ തന്നെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ പോലും തീരാത്തത്ര കഥകളും അല്ലെങ്കിൽ അനുഭവങ്ങളും ഓരോ വ്യക്തികൾക്കുമുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും നാളുകൾ അദ്ദേഹത്തിന്റെ അനുസരണയോട് ബന്ധപ്പെട്ട് ഇവിടേക്ക് കടന്നു വന്നിരിക്കുന്നത്. നല്ലൊരു സൗണ്ടിന്റെ ഒരു ശബ്ദത്തിന്റെ ഉടമയായിരുന്നു. ഞാൻ അദ്ദേഹത്തെ ആദ്യം പരിചയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ശബ്ദത്തിലൂടെയാണ്. അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുകയും അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു മാതൃകാ പുരുഷനാക്കിക്കൊണ്ട് പലപ്പോഴും ഞാൻ മുന്നോട്ട് പോകാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം എല്ലാ പ്രതിസന്ധികളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അദ്ദേഹം ചിരിച്ചുകൊണ്ട് ഒരു വ്യക്തിയോട് പോലും വെറുപ്പ് കാണിക്കാതെ വളരെ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന, എല്ലാവരെയും കൂടെ നിർത്തുവാൻ സന്മനസ് കാണിച്ചിട്ടുള്ള, സ്ഥാനമാനങ്ങളെ നോക്കാതെ തന്റെ സ്ഥാനമാനങ്ങൾ മറ്റൊരാൾക്ക് കൊടുത്തുകൊണ്ട് മറ്റൊരാളുടെ പരാതി പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു നമുക്കൊക്കെ പ്രിയങ്കരനായിരുന്ന ഒരു ചെറിയ സാറിനെയാണ് നമുക്ക് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത്. ഈ അടുത്ത അവസാനം നടന്ന തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പിന്റെ ഭാഗങ്ങളൊക്കെ അദ്ദേഹം തയ്യാറാക്കി വെച്ചതിന് ശേഷം എന്നോട് വിളിച്ചു. അലക്സ് ഇത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്, തെരഞ്ഞെടുപ്പൊക്കെ എങ്ങനെയാണ്, ഇതിനുള്ള വിഷയം എന്തെങ്കിലുമൊക്കെ വരാൻ സാധ്യതയുണ്ടോ? ഞാൻ പറഞ്ഞത് സാറിന്റെ പ്ലാൻ എന്താ? അപ്പോൾ അദ്ദേഹം എന്റെ ഐഡിയൊക്കെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തതിന് ശേഷം ചെറിയ സാർ എന്നോട് പറയുകയുണ്ടായി. ഞാനും അതേ അലക്സിന് ഉദ്ദേശിച്ച അല്ലെങ്കിൽ അതേ പ്ലാനൊക്കെയാണ് ഞാനും തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. ഒരു വ്യക്തിക്കും ഒരു ദോഷവും കൂട്ടവും തട്ടാതെ ഒരു പ്രയാസവും വരാതെ, അല്ലെങ്കിൽ ഒരാൾക്കൊരു സ്ഥാനവും ലഭിക്കാതെ വണ്ണം പോകാതെ എല്ലാം ഒരു ചങ്ങലയിൽ കൊടുത്ത് ഇളക്കിക്കൊണ്ട് ഒരു മാലയായി ഓരോന്നിന്റെ പ്രവർത്തനങ്ങളെ രൂപീകരിച്ചുകൊണ്ടാണ് ഇതിന്റെ ഭാരവാഹികളെയും കമ്മിറ്റികളൊക്കെ നമ്മൾ തിരഞ്ഞെടുക്കാൻ പോകുന്നത്. അലക്സ് ഒരു സ്ഥാനം കേൾക്കണം പറഞ്ഞ് എനിക്ക് തൽക്കാലം എനിക്ക് നിവർത്തിയില്ല. കാരണം എനിക്ക് മറ്റു ചില അസൗകര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് എനിക്ക് തൽക്കാലം സാധ്യമല്ല എന്ന് ഞാൻ ചില ദിവസങ്ങളോട് പറയുകയുണ്ടായി. എങ്കിലും കടന്നു വന്ന് അതിനെ ആ ഇലക്ഷനെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിനെയൊക്കെ കൺട്രോൾ നിയന്ത്രിക്കണം എന്തെങ്കിലും സംസാരം എന്തെങ്കിലും ഉണ്ടായാൽ അതിനെ കൈകാര്യം അല്ലെങ്കിൽ അതിൽ പങ്കെടുത്ത് അത് സാന്നിധ്യം അറിയിക്കണമെന്നോട് പറയുണ്ടായെങ്കിലും അതിന്റെ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചില്ല. മരിക്കുന്നതിന്റെ ഞാൻ അദ്ദേഹം സാറിന് ഗുഡ് മോർണിംഗ് അയച്ചിരുന്നു. അദ്ദേഹത്തെ നമ്മളെ എല്ലാവരും എത്തിച്ചതുപോലെ, നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ എത്തിച്ചതുപോലെ എന്നെയും വളരെയധികം വേദനിപ്പിച്ചു. അദ്ദേഹത്തിന്റെ മരണത്തിൽ ഇപ്പോഴും മോചിതയാവാതിരിക്കുന്ന കുടുംബത്തെ ദൈവം ആശ്വസിപ്പിക്കട്ടെ. അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ടും നിത്യയിൽ അദ്ദേഹത്തോടൊപ്പം നമുക്ക് കാണുവാൻ തൊക്കണം ഈ ഓയപ്പയുടെ ദൈവം തെളിയിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അത് നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാമെന്ന് പറഞ്ഞുകൊണ്ടും എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, വളരെ നന്ദി സാറ്. അടുത്തതായിട്ട് നമ്മൾ സംസാരിക്കാനുണ്ട്. എല്ലാവർക്കും സംസാരിക്കാം. ബീന ജോയി കുണ്ടാണ് അടുത്തതായിട്ട് 2 വാക്ക് സംസാരിക്കുന്നതിന്. ബീന ജോയി കുണ്ടാണ്. വളരെ വേദനയോട് നിൽക്കുന്ന സമയത്ത് പ്രത്യാശയുടെ തുറമുഖത്ത് ചെറിയാൻ സാർ ജീവിക്കുന്നു എന്നുള്ള വിശ്വാസത്തോടുകൂടി എന്റെ മുന്നിലിരിക്കുന്ന എന്റെ രാജ്യമോൾ, എന്റെ 2 കുഞ്ഞുങ്ങൾ, എന്റെ അമ്മയ്ക്ക് ജനിക്കാതെ പോയ മകനാണ് ചെറിയാൻ സാർ. തോട്ടത്തിൽ നിൽക്കുന്ന നമ്മളൊരു ചെടികളിൽ നിൽക്കുന്ന പൂക്കൾ മനോഹരമായി ഇരിക്കുന്നതാകണമെങ്കിൽ നമ്മൾ ആ തോട്ടത്തിൽ ചെല്ലുമ്പോൾ നല്ല പൂവിനെ പെട്ടെന്ന് നമ്മൾ പറിക്കും. അതുപോലെ എന്റെ ചെറിയാൻ സാറിനെ, എന്റെ അമ്മയ്ക്ക് ജനിക്കാതെ പോയ മകനെ പെട്ടെന്നുള്ള വേർപാടിൽ നിരാശയായിരുന്നാലും മരിച്ച് 3-ാം ദിവസം എന്റെ വീടിന്റെ മുമ്പിൽ വന്ന എന്റേന്ന് തന്നെ ഞാൻ ആത്മാർത്ഥതയോട് പറയുന്നത്, വീണ്ടും ഞാൻ ഒന്നുകൂടി പറഞ്ഞോട്ടെ, എനിക്ക് എന്റെ അമ്മയ്ക്ക് ജനിക്കാതെ പോയ മകനാണ്. എന്റെ എല്ലാ കാര്യങ്ങളിലും, എന്റെ പ്രത്യേക പ്രാർത്ഥനകളിലും എന്നെ ഓർത്ത് ദിവസവും പ്രാർത്ഥിക്കും, എല്ലാ ദിവസവും വിളിക്കുകയും ചെയ്യുന്ന സാറിന് ഈ വേദിയിൽ നിന്നുകൊണ്ട് നിങ്ങളോടൊക്കെ എന്ത് പറയണമെന്ന് പോലും അറിയാൻ വയ്യാതെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. കൂടുതൽ കാര്യം പറയാനുണ്ട്. ഞാൻ നടത്തുന്ന ഹവാന ചാരിറ്റബിൾ ട്രസ്റ്റ്, അതിന്റെ പത്രം എന്നെ കാണിക്കണമെന്ന് പറഞ്ഞു. അത് കാണിക്കാൻ സമയം കിട്ടിയില്ല. കിട്ടാത്തത് സർവേരാമെന്ന് പറഞ്ഞു. പക്ഷെ ആ സമയങ്ങളൊക്കെ കടന്നുപോയി. ചിങ്ങമാസമാകുമ്പോൾ ബീന മാഡം നമ്മൾക്കത് ചെയ്യണമെന്ന് പറഞ്ഞു. നടക്കാതെ പോയ സംഭവങ്ങളെ ഞാൻ വിവരിക്കുന്നില്ല. ഭാസ്കരാജ് മാഡം പറഞ്ഞതുപോലെ, സുജിമാഷ് പറഞ്ഞതുപോലെ എന്നെക്കാട്ടിൽ പ്രഗത്ഭരായ ആളുകൾ ഇവിടെ നിന്ന് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തന്നു. നമ്മളുടെ ചെറിയാൻ സാറിന്റെ പാതയിൽ കൂടി സന്തോഷത്തോടെ
സമാധാനത്തോടെ നമ്മൾക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടും വീണ്ടും ഞാൻ ആ ഭവനത്തിലാദ്യം കടന്നു ചെല്ലുന്നതോട് ഞാനൊന്ന് പറഞ്ഞോട്ടെ. എന്റെ ഹോസ്പിറ്റലിൽ എന്റെ രാജ്യമോൾ ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്തതാണ്. ഞാൻ ആ ഭവനത്തിൽ കടന്നു ചെല്ലുമ്പോൾ രാജ്യമോളുടെയും കുഞ്ഞുങ്ങളുടെയും സ്നേഹം, അന്നാണ് ഞാൻ അറിയുന്നത് ചെറിയാൻ സാറിന്റെ ഭാര്യ രാജ്യമോളാണെന്ന്. എനിക്കതൊന്നും എല്ലാം ഒത്തിരി പറയാനുണ്ട്, പക്ഷേ ഇവിടെ നിന്ന് പറയുമ്പോൾ എനിക്കൊന്നിനും കഴിവില്ല. നിങ്ങളോട് എല്ലാവരോടും പറയുവാൻ ഒന്നേ ഉള്ളൂ, സാറിന്റെ ആ ശബ്ദം, നിലയ്ക്കാത്ത ശബ്ദം നമ്മൾ ആരേറ്റെടുത്താലും സാറിനെ പോലെ ഒരാൾ മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ പറയും. ആ നിലയ്ക്കാത്ത ശബ്ദത്തോടെ നമ്മുടെ OEOP സംഘടനയിൽ നമ്മൾക്ക് എങ്ങനെയാണ് കാണിച്ചു തന്നതെന്ന് സാർ കാണിച്ചു തന്നത് എങ്ങനെയാണ് അതുപോലെ നിങ്ങൾ സാറിന്റെ കാലടിപ്പാത, കർത്താവിന്റെ ഈശ്വരന്റെ കാലടിപ്പാതകളെ നമ്മൾ പിന്തുടരും. അതുപോലെ OEOP സംഘടനയ്ക്ക് വേണ്ടി ആ ചെറിയാൻ സാറിന്റെ കാലടിപ്പാതകളെ സാർ കാണിച്ചു തന്ന നിർദ്ദേശങ്ങളെ മാനിച്ചും സ്നേഹിച്ചും കൊണ്ട് പരസ്പര സ്നേഹത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ഒരുമിച്ച് OEOP പ്രവർത്തകരെ മുൻപോട്ട് പോകാം എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടും നിലയ്ക്കാത്ത ശബ്ദത്തിന് ഉടമയായി നിന്ന ചെറിയാൻ സാറിന്റെ വാക്കുകൾക്ക് അതീതമായി വേറൊരു വാക്കില്ലെന്ന് വീണ്ടും ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് എനിക്ക് ഇനി പറയാൻ കൂടുതലുണ്ടെങ്കിൽ ഞാൻ നിർത്തുന്നു. നന്ദി. വളരെ നന്ദി ബീന ജോയ്. അടുത്തായിട്ട് നമ്മുടെ ചെറിയാൻ സാറിന്റെ അനുശോചന മീറ്റിംഗിലാണല്ലോ നമ്മൾ ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. ചെറിയാൻ സാറിനെ പറ്റി പറയുകയാണെങ്കിൽ 2020 ഫെബ്രുവരി മാസത്തിലാണ് ഞാൻ ആദ്യമായിട്ട് ചെറിയാൻ സാറിനെ പരിചയപ്പെടുന്നത്. അന്ന് എന്നെ കരവാളൂർ പഞ്ചായത്തിൽ നിന്ന് ട്രെയിനിങ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് എന്നെ പരിചയപ്പെട്ട ചെറിയാൻ സാറാണ്. എൻ്റെ വാട്സപ്പിലേക്ക് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുകയും ട്രെയിനിങ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്, അതിൽ കയറണമെന്ന് പറയുകയും ചെയ്തു. അങ്ങനെയാണ് ഞാൻ ചെറിയാൻ സാറുമായിട്ട് ആദ്യം പരിചയപ്പെടുന്നത്. അന്ന് മുതൽ ചെറിയാൻ സാർ നമ്മളെ വിട്ട് പിരിഞ്ഞു പോകുന്ന സമയം വരെ ചെറിയാൻ സാറുമായിട്ട് പലയിടങ്ങളിലും പല വേദികളിൽ സംസാരിക്കാനും, എൻ്റെ വീട്ടിലും ചെറിയാൻ സാർ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. ചെറിയാൻ സാറിനെ അത് എല്ലാ മീറ്റിങ്ങുകളിലും എവിടെ വെച്ച് കാണുമ്പോഴും പരസ്പരം സംസാരിക്കുകയും പല കാര്യങ്ങളും ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. വളരെ സ്നേഹത്തോടെ ആത്മാർത്ഥതയോടെ ഒരു സഹോദരൻ എന്ന നിലയിൽ എങ്ങനെ ഇടപെടണം, അല്ലെങ്കിൽ ഒരു വിഷയം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് പറയുവാൻ ചെറിയാൻ സാറിനെ പോലെ ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പല ഗ്രൂപ്പുകളിലും പല മീറ്റിങ്ങുകളിലും ഞാൻ സംബന്ധിക്കുന്നുണ്ട്. എങ്കിലും പല മേഖലകളിലും സഹകരിച്ചിട്ടുണ്ടെങ്കിലും ചെറിയാൻ സാർ എന്ന് പറയുന്ന ഒരു വ്യക്തി, അതൊരു വ്യക്തിത്വമുള്ള ഒരു വ്യക്തിയായിരുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഏത് പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്നാലും അതിനൊരു പരിഹാരം പറയുവാൻ ചെറിയാൻ സാറിന് കഴിയുമായിരുന്നു. എല്ലാവരെയും ഒരുപോലെ കാണുവാൻ, സ്നേഹിക്കുവാൻ, നമ്മളിപ്പോ ഒരു പട്ടി കടിക്കാൻ ചാടി വന്നാൽ ആ പട്ടിയെ കടിക്കാതെ എങ്ങനെ നിർത്തണം, നമുക്ക് തടയാൻ കഴിയും എന്നുള്ള ഒരു സൂത്രവാക്യം ചെറിയാൻ സാറിന് അറിയായിരുന്നു എന്നുള്ളതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ചെറിയാൻ സാർ എന്ന് പറഞ്ഞാൽ ഏത് വിഷയങ്ങൾ വന്നാലും ഒരു ലഘുവായിട്ട് അതിനെ പരിഹരിക്കും. അത് നമ്മളൊക്കെ വിചാരിക്കുന്ന ഒരു വലിയ പ്രശ്നമായി തീരുമെന്ന് നമുക്ക് വിചാരം വന്നാലും മീറ്റിംഗിൽ ആ ഗ്രൂപ്പിൽ വന്ന ഒരു മെസ്സേജ് ഇട്ട് കഴിയുമ്പോൾ തന്നെ അതിന് ഒരു മാറ്റം സംഭവിക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഞാനിവിടെ പറയുകയാണെങ്കിൽ നമ്മുടെ സ്റ്റേറ്റിന്റെ തന്നെ വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന സംഘടനയ്ക്ക് ഒരു വലിയ തീര നഷ്ടമാണ് ചെറിയാൻ സാറിന്റെ വേർപാട്. അതുപോലെ ഒരു വ്യക്തി ഇനി വൺ ഇന്ത്യ വൺ പെൻഷൻ ഉണ്ടാകുമോ എന്നുള്ളത് എനിക്കൊരു സംശയമാണ്. എങ്കിലും നമുക്ക് ചെറിയാൻ സാർ കാട്ടിത്തന്ന മാതൃക അത് നമുക്ക് പിൻപറ്റി കൊല്ലം ജില്ലയിൽ ആവോളം പ്രവർത്തിച്ച് ആ വൺ ഇന്ത്യ വൺ പെൻഷൻ എന്നുള്ള ആശയം വളർത്തിയെടുത്ത് അനേകർ ഇതിലേക്ക് മുൻകരുതലായി കൊണ്ടുവന്ന് നമുക്ക് ഈ ആശയം നേടിയെടുക്കാൻ നമ്മുടെ ജീവിതത്തിൽ ഇടയാകട്ടെ എന്ന് പറയുന്നു. അതേപോലെ ചെറിയാൻ സാറിന്റെ കുടുംബത്തിന് വലിയവനായ ദൈവം ആശ്വാസം കൊണ്ട് നിറയ്ക്കട്ടെ, അവരുടെ സമാധാനം അവരുടെ ജീവിതത്തിൽ ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെയും എന്റെ കുടുംബത്തിന്റെയും വൺ ഇന്ത്യ വൺ പെൻഷന്റെ പേരിലുള്ള ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആദരാഞ്ജലികൾ അല്ലെങ്കിൽ അനുശോചനങ്ങൾ രേഖപ്പെടുത്താനുള്ളവർ ഒരു മിനിറ്റിൽ പെട്ടെന്ന് മുമ്പോട്ട് കിടന്നു വന്ന് പറയണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ആരെങ്കിലും പേര് വിളിക്കാനായിട്ട് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സ്വയം ക്ഷമിക്കണം. നമ്മുടെ അധ്യക്ഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് മൈക്കൊന്ന് വാങ്ങിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ക്ഷമിക്കണം.
PG ചെറിയാൻ സാറിന്റെ 22ാമത് ജന്മദിനമാണല്ലോ ഇന്ന്. അദ്ദേഹത്തെ നമ്മളേവരും സ്മരിക്കുന്നത്, നമ്മൾ ഓർക്കുന്നത് ഇവിടെ ഇരിക്കുന്ന കൂടുതൽ ആളുകളും അഡ്മിൻസ് ആയിട്ട് അദ്ദേഹത്തിന്റെ ട്രെയിനിങ്, അദ്ദേഹത്തെക്കാളും പ്രായം കൂടിയതാകുന്ന ആളുകൾ പോലും അദ്ദേഹത്തിന്റെ ശിഷ്യത്വം ഏറ്റെടുത്ത ആളുകളാണ്. അതോടൊപ്പം വളരെ കൃത്യനിഷ്ഠയോടുകൂടി ഓരോ പ്രോഗ്രാമുകളിലും നമ്മൾ എത്തുന്നതിന് വളരെ മുൻപേ തന്നെ എത്തിച്ചേരുന്നതാവുന്ന ഒരു മാന്യ വ്യക്തിയായിരുന്നു PG ചെറിയാൻ സാർ. പണ്ട് അനിഷ്പ്രയുടെ പരസ്യം പറയുമ്പോൾ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ എന്ന് പറയുമ്പോൾ ഒരൊറ്റ തെറ്റുപോലും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയില്ല. ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതാകുന്ന മറ്റൊരാളുടെ സഹായത്തോടുകൂടി ചെയ്യുന്നതാകുന്ന അവസരത്തില് പലപോലുള്ളതാകുന്ന മരണത്തിൽ പോലും അദ്ദേഹം പങ്കെടുത്തു എന്നുള്ളത് നമ്മൾ ഓർക്കുന്നതാകുന്ന ഒരു ആവശ്യമാണ്, നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. കാരണം മറ്റൊരാളുടെ അല്ലെങ്കിൽ പല സഹായത്തോടുകൂടി പ്രവർത്തിക്കുന്നതാകുന്ന അവസരത്തിലും അദ്ദേഹം വളരെ കൃത്യനിഷ്ഠതയോടുകൂടി നമ്മളോടൊപ്പം സഹകരിച്ച മാന്യ വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ നമ്മൾ ഒരിക്കലും മറക്കുവാനായിട്ട് കഴിയില്ല. നമ്മളത് ശിരസാ വഹിച്ചുകൊണ്ട് ഈ അദ്ദേഹത്തിന്റെ വേർപാടിന്റെ വേദനയിൽ നമ്മൾ ഓരോരുത്തരും അദ്ദേഹത്തെ സ്മരിക്കുകയും അദ്ദേഹത്തിന്റെ ശിഷ്യത്വം ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ ഇന്ത്യ കൺവെൻഷന്റെ പ്രവർത്തകരായിട്ട് നമ്മൾക്ക് ദിവസം തോറും മുന്നോട്ട് പോകാനായിട്ട് എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിച്ചു. നമസ്കാരം. ഓക്കെ, താങ്ക് യു. ഞാൻ അതിന് ഹാപ്പി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ സാധാരണ എനിക്ക് OAP എന്താണ് അധികം സമയം മനസ്സിലാക്കുകയും ചെയ്തു. 2 ദിവസം സംസാരിക്കാൻ സാധാരണ എനിക്ക് പഠിപ്പിച്ചിരുന്നു. എനിക്കിപ്പോൾ അത് എനിക്കിപ്പോൾ സംസാരിക്കുന്ന സാറിന്റെ മുമ്പിലാണ് എനിക്ക് ഉപയോഗം. എനിക്ക് ആർക്കില്ല പറയാൻ. രാജ്യത്ത് ഞാൻ എന്തെങ്കിലും സമാധാനപ്പെടുത്തുന്നത് എനിക്ക് അറിയത്തില്ല. എന്തായാലും ഒന്നേ പറയാനുള്ളൂ, നമ്മളിത് ഒറ്റക്കെട്ടായിരുന്നത് സാറ് ഉപേക്ഷിച്ചിട്ടാണ് നമ്മുടെ ഈ സംഘടന നമ്മുടെ ഇത് നടപ്പിലാക്കുന്നത്. അത് എല്ലാവരും ഒറ്റക്കെട്ടായിരുന്നു നന്നാണ് ചേർന്നത്. ബഹുമാന്യരെ, ഞാൻ ആരുടെയും പേരിലെടുത്ത് പറയുന്നില്ല. ചെറിയാൻ സാറിനെ കുറിച്ച് എത്ര പറഞ്ഞാലും മതിയാകില്ല. അതിനെ കൂടുതൽ സംസാരിക്കുകയുമില്ല. സാറിന്റെ വേർപാടിൽ സാറിന്റെ കുടുംബത്തോടൊപ്പം സാറിന്റെ ആത്മാവിന് നിത്യശാന്തി നേടുമെന്ന പ്രാർത്ഥനയോടെ എന്റെയും അതുപോലെ വെളിയം ഗ്രാമപഞ്ചായത്ത് യുവതി പ്രവർത്തകരുടെയും വിശ്വസനം അടുത്തത് രാധാകൃഷ്ണൻ അഞ്ചൽ. ശ്രീ രാധാകൃഷ്ണൻ അഞ്ചൽ. നമ്മുടെ പ്രിയങ്കരനായ ചെറിയാൻ സാറിന്റെ അകാല നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്ന ഈ അവസരത്തിൽ വളരെ വേദനയോടുകൂടിയാണ് ഞാൻ ഇവിടെ എത്തിക്കുന്നത്. കാരണം അങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് അറിഞ്ഞപ്പോൾ തന്നെ മുന്നോട്ട് വരികയും എല്ലാ കാര്യങ്ങളും പങ്കെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കാൻ തക്ക രീതിയിൽ നമ്മൾ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും. നാളുകളിലും OAP എന്ന പ്രസ്ഥാനത്തിൽ നമ്മൾ നിൽക്കുന്നിടത്തോളം കാലം ചെറിയാൻ സാറിന്റെ ആശയം അല്ലെങ്കിൽ ആദർശം നടപ്പിലാക്കിയെടുക്കാൻ നമ്മൾ ഓരോരുത്തർക്കും കഴിയണം. അതല്ലാതെ ഇടയ്ക്ക് വെച്ച് വിട്ടിട്ട് പോകുന്ന ഒരു രീതി ഉണ്ടാവരുത്. എല്ലാവരും ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കണം. ചെറിയാൻ സാറിന്റെ ആശയം നടപ്പിലാക്കാൻ നമ്മൾ പരമാവധി ശ്രമിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ കൊല്ലം ബീച്ച് അടുത്ത് പള്ളിത്തോട്ടം എന്ന് പറഞ്ഞ സ്ഥലത്തിലാണ് വന്നിട്ടുള്ളത്. ചെറിയാൻ സാറിനെ പറ്റി പറയാൻ പോയി കഴിഞ്ഞാൽ എല്ലാവരും പ്രയാസകരമായുള്ള കാര്യങ്ങൾ പറയുന്നത് ചെറിയാൻ സാറിൻ്റെ ഫാമിലിയെ വിഷമിപ്പിക്കുക, അത് കുറയ്ക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. എങ്കിൽ 2 കാര്യങ്ങൾ പറയാൻ പോകുന്ന 2 കാര്യങ്ങളെന്ന് പറയുന്നത് തന്നെ വലിയ വിഷമം വരുന്നതാണ്, പറയാതിരിക്കാനും പറ്റുന്നില്ല. അതുകൊണ്ട് ചെറിയാൻ സാറിൻ്റെ ഭാര്യയും കുടുംബവും
അത് ഒന്ന് ഉൾക്കൊള്ളുക. എന്തെങ്കിലും കൂടുതലായിട്ടുള്ള വർഷം തന്നെ എന്നോട് ക്ഷമിക്കുന്നു. ചെറിയൻ സാറ് എൻ്റെ വീട്ടിൽ ഫാമിലിയായിട്ട് വന്നിട്ടുണ്ട്, കുടുംബത്തോടുകൂടി വന്നിട്ടുണ്ട്. എൻ്റെ അമ്മ സുഖമില്ലാത്ത സമയത്ത് സാർ കുടുംബമായിട്ട് പോയി. ആ വരവിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് സാറിനെ എനിക്ക് ഫോണിൽ കൂടെയുള്ള പരിചയം സാറിന് അത് തന്നെയാണ്, നേരിൽ കാണാത്ത സമയത്ത്. പക്ഷെ ഈ ഒരു സംഘടനയ്ക്ക് വേണ്ടിയാണ് ഒരാളെ അന്വേഷിച്ച് അവിടെ വന്നപ്പോഴത്തേക്ക് എൻ്റെ അമ്മ സുഖമല്ലാതെ കിടക്കുന്നു കണ്ടുപോയി. പിന്നെ അവിടെ ഈ കുടുംബത്തോടെ വന്ന് കണ്ടത് ഈ സംഘടനയ്ക്ക് വേണ്ടിയായിരുന്നു. അതിനനുസരിച്ചുള്ള പ്രവർത്തനം ഫാത്തിമ അമ്മയോടും ഞാനുമായിട്ട് കൊല്ലം ജില്ലയിൽ തന്നെ പല ഭാഗങ്ങളിലും പല മീറ്റിങ്ങുകളും പല രീതിയിലൊക്കെ ചെയ്തു. ഇപ്പം അതിലൊക്കെ കടന്നുപോയ ഒരുപാട് സമയം പോകും. ഒരു 2 കാര്യം മാത്രം ഞാൻ പറയുന്നു. ഒന്ന്, ഈ കഴിഞ്ഞ ഏപ്രിൽ മാസം 7-ാം തീയതി രാവിലെ ഞായറാഴ്ച എന്നെ വിളിക്കുന്നു. സാറേ, ഞാൻ ട്രെയിനിൽ കയറുന്നു, കൊല്ലത്ത് വരുന്ന എൻ്റെ മോൻ്റെ നിശ്ചയവും എൻഗേജ്മെന്റ് ഉണ്ടായിരുന്നു, വീട് പാലുകാച്ചുണ്ടായിരുന്നു. ഈ 2 കാര്യം ഞാൻ അറിയിക്കുന്നു. 7-ാം തീയതി രാവിലെ അവിടെ നിന്ന് ട്രെയിനിൽ കയറി കണ്ടിട്ട് പറഞ്ഞ് കൊല്ലത്ത് ആരെങ്കിലും ഒന്ന് അറേഞ്ച് ചെയ്യണം. ഓട്ടോറിക്ഷ പറഞ്ഞു വിട്ടു. വീട്ടിൽ വന്നു. വീട് ബ്ലെസ്സിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടെ, ഞാനില്ല, അച്ഛനും അതിൽ വന്ന കുറച്ച് പ്രമുഖരായിട്ടുള്ള ആൾക്കാരുടെ എല്ലാവരും ഒന്നിച്ചിരുന്ന് കാപ്പി കുടിച്ചു. അവിടെ നിന്ന് 6 കിലോമീറ്റർ ദൂരത്താണ് അവൻ്റെ എൻഗേജ്മെന്റ് നടക്കുന്നത്. അവിടെ അയച്ചു. അവിടെ ഇരുന്ന് ഞങ്ങൾ ഈ സമയത്തെല്ലാം ഞങ്ങൾ തമ്മിൽ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോസ് ഇവിടെ കാണിക്കാൻ പറ്റുന്നില്ല. അതിനുശേഷം 11-ാം തീയതി ആയിരുന്നു എൻ്റെ മോൻ്റെ കല്യാണം. വന്നില്ല. പിറ്റേ ദിവസം കൊണ്ടാണെന്ന് തോന്നുന്നു ഈ സംഭവം നടക്കുന്നത്. ഞാനത് ഏത് രീതിയിൽ ഉൾക്കൊള്ളുമെന്ന് എല്ലാവർക്കും ഒന്ന് ഊഹിക്കാനേ ഉള്ളൂ. ഞാൻ പലർക്കും ആ ഫോട്ടോസ് അന്ന് പങ്കെടുത്തിട്ടുള്ള, എൻ്റെ ഫംഗ്ഷനിൽ പങ്കെടുത്തിട്ടുള്ള പലർക്കും ഞാൻ അയച്ചു കൊടുത്ത് അവരുമെല്ലാം വളരെയേറെ സങ്കടത്തിലായിരുന്നു. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. സാറിൻ്റെ കുടുംബത്തിനും സാറിൻ്റെയും ആത്മശാന്തിക്ക് വേണ്ടി ഞാനും എൻ്റെ കുടുംബവും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. അടുത്തായിട്ട് ഫാസുര കൊണ്ടുവരാം. 2 പേർ ചുരുക്കി സംസാരിക്കാൻ വേണ്ടി ഫാസുര കൊണ്ടുവരാം. നമ്മുടെ പ്രിയങ്കരനായ ചെറിയൻ സാർ ഇന്ന് നമ്മളെ വിട്ടുപോയിരിക്കുകയാണ്. സാറിന്റെ ഓർമ്മകൾ മാത്രമേ ഇന്ന് നമ്മളുടെ മനസ്സിലുള്ളൂ. സാറ് നമ്മൾ എല്ലാവരുടെയും നല്ല രീതിയിൽ പ്രവർത്തിച്ച് നമ്മളെ ഈ സംഘടനയിൽ മുന്നോട്ട് കൊണ്ടുപോയി നമ്മളെ ഒരു സ്ഥാനത്തെത്തിച്ച് തീർക്കാൻ സാധിച്ചില്ല. അത് നമ്മളിൽ നിന്ന് തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോയി വിജയിപ്പിക്കണമെന്നുള്ളതാണ് എൻ്റെ ഒരു തീരുമാനം. സാറ് ആശ്രാമ മൈതാനത്ത് ഒരു മേള നടത്തിയപ്പോൾ അവിടെ ഒരു കോഫിയുടെ ഒരു ബിസിനസിന്റെ ഭാഗമായി വന്നതാണ്. അന്ന് ഞാനും എൻ്റെ സുഹൃത്തായ വിഷയം ഞങ്ങൾ അതിൽ പങ്കെടുത്തു. ആ സമയത്ത് ഞാൻ കോഫി കഴിക്കില്ല എന്ന് പറഞ്ഞിട്ട് പോലും സാറ് 1 ഔൺസ് കോഫിയെങ്കിലും കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിച്ച് ഞാനും എൻ്റെ സുഹൃത്തും അത് കഴിച്ചു. അപ്പോൾ തന്നെ ഞാനൊരു കസ്റ്റമറെ സാറിന് പരിചയപ്പെടുത്തിക്കൊണ്ടു. അത് ഇന്നും എൻ്റെ മനസ്സിലൊന്നും മാറുന്നില്ല. അതുപോലെ തന്നെ സാറിന് ലീഗലായ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് എന്നോട് ചോദിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ സുഹൃത്തായ ഒരു വക്കീലിനെയും ദീപ് വക്കീലിനെയും സൂര്യപ്രഭ വക്കീലിനെയും പരിചയപ്പെടുത്തി കൊടുത്തു. സാറിൻ്റെ സുഹൃത്തിന് എന്തോ ഒരു ആക്സിഡന്റിൽപ്പെട്ട ഒരാൾ മരിച്ചു. അതിനുവേണ്ടി സാറിനെ ഞാൻ അവിടെ പരിചയപ്പെടുത്തി. അവരോട് ഞാൻ ഈ മരണ വിവരം പറയുകയും ഫോട്ടോ ഇട്ട് കൊടുക്കുകയും ചെയ്തപ്പോൾ അവർ പറയുന്നു, ഇനി ആ കാര്യത്തിന് ആര് വരും എന്നാണ് എന്നോട് ചോദിച്ചത്. ഞാനപ്പോൾ പറഞ്ഞു, ആ വ്യക്തികൾക്ക് കത്തയച്ച് അവരെ വരുത്തുക, അല്ലാതെ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സാറുമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു പ്രവണതയായിരുന്നു സാറിന്. ഇനി നമ്മുടെ മനസ്സിലെല്ലാം സാറിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയിൽ നമ്മളുടെ ഈ പ്രവർത്തനം, ഈ സംഘടന മുന്നോട്ട് പോയി വിജയിപ്പിക്കണം. അതാണ് നമുക്കിനി ആവശ്യം. ഇത്രയും പറഞ്ഞു. ബഹുമാനപ്പെട്ട വേദിയിലിരിക്കുന്ന
സ്ഥലത്ത് ജയിക്കുന്നവർക്കും എല്ലാവർക്കും നല്ല നമസ്കാരം. നമ്മളിന്നിവിടെ കൂടിയിരിക്കുന്നത് നമ്മുടെ ചെറിയ സാറിൻ്റെ അഭിഷേക യോഗത്തിലാണ്. സാറ് പറഞ്ഞ ആശയം എല്ലാവരും ഒറ്റ ഇതായിട്ട് നിന്ന് പ്രവർത്തിച്ച് ഈ സംഘടന മുന്നോട്ട് കൊണ്ടുപോകണം. അത് നമ്മളെ എല്ലാവരും ഒത്തു നിൽക്കണം. അതുപോലെ സാറിൻ്റെ ആത്മാവിന് ശാന്തിയും സമാധാനം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ സാറിൻ്റെ വൈഫുണ്ട്, മകനുണ്ട്, അവരുടെ കുടുംബത്തിന് സർവ്വ ഐശ്വര്യങ്ങൾ കിട്ടട്ടെ, അവർക്ക് സമാധാനം കൊടുക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. സമയം ചുരുക്കമുണ്ട്. സാറിനെ സംബന്ധിച്ച് സാറിനെ നമ്മൾ പരിചയപ്പെട്ടതിന് ശേഷം ഒരുപാട് നിങ്ങളുടെ ഏത് സമയവശം മൊത്തം, അതായത് എവിടെല്ലാം ഉണ്ടോ അവിടെ എല്ലാം ഒരു കമ്മിറ്റി എടുക്കാനൊക്കെ പ്രചോദനം തരികയും നമ്മളെ പ്രസംഗിപ്പിക്കാനുള്ളൊരു ഊർജ്ജസ്വലത തരികയും അവിടെ നമുക്ക് നല്ല മോട്ടിവേഷൻ തന്ന്, അതുപോലെ ആർക്കും പറ്റത്തില്ല ഒരു ട്രെയിനിങ് തരാനൊക്കെ നല്ല കഴിവും എല്ലാം പറഞ്ഞറിയാൻ പറ്റും. പക്ഷെ ഞാനൊരു സാറിന്റെ വീട്ടിൽ 3 പ്രാവശ്യം പോയിട്ടുണ്ട്. ഒരു ദിവസം ചെന്നപ്പോൾ സാറ്, അതായത് വാക്കാടിനാഥ് സാർ നൽകുന്നത് ഏത് കമ്മിറ്റിയിൽ വരുമ്പോഴും സാർ വാക്കാടിനാഥ് വരെ വന്ന് കമ്മിറ്റി എടുക്കാറുണ്ട്. ആ വാക്കാടിനാഥ് എത്ര സമയത്ത് സാറിന് ഞാൻ നടക്കുമോ പിന്നീട് ചോദിച്ചു. നമ്മൾ സാറെ നടക്കും. സാറിനെ ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ചു. 4ാമത്തെ ദിവസം സാറ് നടന്നു. നല്ല അത്ഭുതകരമായിട്ടുള്ള റിസൾട്ട് എനിക്ക് ഭയങ്കര പറഞ്ഞറിയാൻ പറ്റും. പക്ഷേ സാർ വളരെ എനിക്കൊന്നും പറയാൻ പറ്റില്ല സാറിനെ കുറിച്ച്. കാര്യം എന്റെ കുടുംബത്തിൽ മരണം ഉണ്ടായാൽ പോലും ഞാൻ അങ്ങനെ നിൽക്കാറില്ല. പക്ഷേ സാറ് എന്റെ ഒരു സഹോദരൻ എന്ന നിലയിൽ ഞാൻ ആ മരണത്തിൽ ആദ്യ അവസാനം വരെയും സാറിന്റെ ആ ഒരു ആത്മാവിന് വേണ്ടി നിത്യശാന്തി കിട്ടാൻ വേണ്ടി ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിക്കുകയും എനിക്ക് ഇന്നും സാർ മരിച്ചെന്നുള്ള ചിന്ത ഞങ്ങൾക്കില്ല. സാർ ജീവനോടുണ്ട്. സാറിന്റെ മുഖം എപ്പോഴും കാണുന്നത് ജീവനോടെന്നുള്ളൊരു ആ ഒരു ഇതാണ്. അതുകൊണ്ട് ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് എന്റെ അമ്മയെ മരിച്ചൊരു ദിവസമാണ്. അപ്പൊ അതും കഴിഞ്ഞിട്ട് ഞാൻ ഈ സാറിന്റെ അനുശോചനത്തിന് എനിക്ക് വരാൻ പറ്റുമെന്ന് അറിയില്ലെങ്കിൽ എന്റെ അമ്മയുടെ അഞ്ച് ഭർത്താവിനെ കൊണ്ട് ഞാൻ പെട്ടെന്ന് കാരണത്ത് തന്നെ ഒരു സ്ഥലത്ത് ഉണ്ടാക്കി അത്രയും ദൂരെ ഞാൻ ഇതിനു വേണ്ടി വന്നതാണ്. എനിക്ക് ഒരിക്കലും ഞാൻ ജീവിച്ചിരിക്കുന്നവരെ സാറിനെ എനിക്ക് മറക്കാൻ പറ്റത്തില്ല. ആ കുടുംബത്തിനോടുള്ള ആത്മാർത്ഥ സഹകരണം ഉണ്ടായിട്ടുണ്ടെന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ആ കുടുംബത്തിന് ധാരാളം അനുഗ്രഹങ്ങളും സൗഭാഗ്യങ്ങളും കുഞ്ഞുങ്ങൾക്കും ആ കുടുംബത്തിന് കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് ഏറ്റവും കൊടുക്കാനുള്ളതെന്ന് പറഞ്ഞാൽ പണമല്ല, പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് ആ കുടുംബത്തിന് ശക്തമായിട്ട് നിലനിൽക്കാനും ആ രാജ്യം സിസ്റ്ററിന് നല്ല സൗഖ്യം കിട്ടാനും വേണ്ടി എല്ലാവരും ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. ആ കുഞ്ഞുങ്ങളെ നോക്കാനുള്ള ബലവും ശക്തിയും കൊടുക്കാൻ വേണ്ടി നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നമ്മൾ വീട്ടിലേക്ക് ഒരു നിമിഷമെങ്കിലും ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇനി നമ്മൾക്ക് സാറ് തന്ന ഈ ഒരു നിർദ്ദേശം 1 ഇന്ത്യ 1 പെൻഷൻ നമ്മൾ മുന്നോട്ട് ഐക്യത്തോടെ എല്ലാവരും കൊണ്ടുപോകുന്നതോടൊപ്പം എപ്പോഴും ആ കുടുംബത്തിന്റെ കാര്യത്തിൽ നമ്മളുടെയൊക്കെ ചെറിയതായും വലുതായുമുള്ള സഹായ സഹകരണങ്ങളും അന്വേഷണങ്ങളും ഈ കുടുംബത്തിന് ആ കുടുംബത്തോട് നമുക്ക് ചെയ്യാനുള്ള അത് മാത്രമാണ്. പിന്നെ ജഗദീശ്വരൻ അവരെ ആ മക്കളെയും അമ്മയെയും നല്ല കൈകളിൽ അവരുടെ പഠനത്തിനൊക്കെ ഒപ്പമുണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമാണ് 1 ഇന്ത്യ 1 പെൻഷൻ എന്ന സംഘടനയ്ക്ക് ഇനി ചെറിയാൻ സാറിന്റെ കുടുംബത്തോട് ചെയ്യാനുള്ളത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട ചെറിയാൻ സാർ 1 ഇന്ത്യ 1 പെൻഷൻ കൊല്ലം ജില്ലയിലെ 1 ഇന്ത്യ 1 പെൻഷൻ തുല്യത നമ്മളെല്ലാവരും സജീവമായി പങ്കെടുത്തു. ഇതിനു മുമ്പൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പൊ എനിക്ക് ഇച്ചിരി സമയച്ചെടുപ്പം കൊണ്ടാണ് ഞാൻ വരാതിരുന്നത്. എങ്കിൽ തന്നെ ചെറിയ സാറ് നമ്മുടെ ഈ കൊല്ലം ജില്ലയിലെ ജീവനോടെ ഇപ്പൊ ഇന്ന് പ്രസംഗിക്കുന്നതായിട്ട് കാണുകയാണ്. 1 ഇന്ത്യ 1 പെൻഷൻ ഇത് വളരുവാനും വളർത്തുവാനും ദൈവകൃപയിൽ ആശ്രയിക്കുവാനും കുടുംബത്തിനും ആ ദാസിക്കും ദാരിപ്പെട്ട മക്കൾക്കും ഭവനത്തിനും എല്ലാവർക്കും വേണ്ടി ദൈവം അനുഗ്രഹിക്കട്ടെ. 1000 കോടാനുകൂടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. പ്രിയപ്പെട്ടവരെ, അനുശോചന സന്ദേശങ്ങളായി നമ്മളിതുവരെ ശ്രമിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ചെറിയാൻ സാറിനെ കുറിച്ച് എത്ര പറഞ്ഞാലും നമുക്ക് മതിയാകുകയില്ല. പക്ഷെ നമുക്ക് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ആത്മാവിനെ നിത്യശാന്തി നേരുന്ന ഒരിക്കൽ വീണ്ടും പല വിശ്വാസങ്ങളാണ്
അദ്ദേഹത്തെ വീണ്ടും കാണും എന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മൾ അദ്ദേഹത്തിന്റെ കുടുംബത്തെ കൈത്താങ്ങുവാനായിട്ട് ഓൾ ഇന്ത്യ വൺ പെൻഷന്റെ കേരളമെമ്പാട് കൊല്ലം ജില്ലയിലുള്ള സഹോദരങ്ങൾ ചെറിയൊരു കൈത്താങ് അതൊന്നും ആകെയില്ല ആ കുടുംബത്തിന് നമുക്കറിയാം. പക്ഷേ നമ്മളെ കൊണ്ട് കഴിയാവുന്ന രീതിയിലുള്ള ഒരു കൈത്താങ് നമ്മൾ സമാഹരിച്ചിട്ടുണ്ട്. അത് നമ്മൾ കൈമാറുകയാണ്. വളരെ വിലപ്പെട്ട ഒരു മുഹൂർത്തമാണ്. ചെറിയാൻ സാറിനെ സ്നേഹിക്കുന്ന കേരളത്തിന്റെ കൊല്ലം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഗൾഫിലും ഒക്കെ പണിയെടുക്കുന്ന ഒത്തിരി പേര് ഇതിനുവേണ്ടി പ്രയത്നിച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് അവർക്കൊന്നും ആകെയില്ല എന്ന് നമുക്കറിയാം. പക്ഷേ ചെയ്യാൻ പറ്റുന്നതിന്റെ ഒരു പരമാവധി നമ്മൾ ചെയ്യുകയാണ്. ഇനിയും ആ കുടുംബത്തോടൊപ്പം നമ്മളുണ്ട്. ഈ നമ്മുടെ കൊല്ലം ജില്ലാ ട്രഷറർ നമുക്കറിയാം ഒരു മൊമെന്റോ ഇവിടെ കിട്ടിയിട്ടുണ്ട്. കാര്യം കൊല്ലം ജില്ലയിലെ ഏറ്റവും മികച്ച പൊതുപ്രവർത്തകൻ ശ്രീ പി ജി ചെറിയാൻ, അദ്ദേഹത്തിന് ആ കുടുംബത്തിന് അത് സ്വീകരിക്കാൻ കഴിയും. കൊല്ലം സംഘടനയുടെ പ്രതിനിധികൾ അത് പോയി സ്വീകരിച്ചു. അത് കുടുംബത്തിന് മാത്രമല്ല OIOPക്ക് ലഭിക്കുന്ന ഒരു പരമോന്നത ബഹുമതിയായിട്ട് നമ്മളത് കാണുകയാണ്. കൊല്ലം ജില്ലയിലെ ഏറ്റവും മികച്ച പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ പി ജി ചെറിയാൻ സാറിന് ഒരു മൊമെന്റോ ലഭിച്ചിരിക്കുകയാണ്. അതും അതിന്റെ സാഹചര്യമൊക്കെ ട്രഷറർ ശ്രീ അലക്സ് PT അത് വിശദീകരിച്ചുകൊണ്ട് ആ മൊമെന്റോയും ആ കുടുംബത്തിന് നമ്മൾ കൈമാറുകയാണ്. ഇത് അവസാനമല്ല, ഞങ്ങൾ ആ കുടുംബത്തോടൊപ്പം എപ്പോഴും ഉണ്ടാകും എന്നൊരു ധൈര്യവും ഞങ്ങൾ കൈമാറുകയാണ്. പ്രവർത്തകരെ, സാമൂഹിക രംഗത്തെ പ്രവർത്തകരെ, നമ്മുടെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സംസ്ഥാന കമ്മിറ്റി നേതാക്കന്മാരെ, പി ജി ചെറിയാൻ സാറിനെ കുറിച്ച് ഇവിടെ എല്ലാവരും പറഞ്ഞു. എല്ലാവർക്കും പ്രിയപ്പെട്ടവനാണ്. ഏറ്റവും നല്ലൊരു സംഘാടകൻ, ഏറ്റവും നല്ലൊരു മനുഷ്യ സ്നേഹി, ഏറ്റവും വലിയ ഒരു നെഗോഷിയേറ്റർ. നമ്മുടെ ഗ്രൂപ്പുകളിലെല്ലാം ഉണ്ടാകുന്ന എല്ലാവിധ പടക്കങ്ങളും പടലപ്പടക്കങ്ങളും തന്മയത്വത്തോടു കൂടി തീർക്കാൻ കഴിവുള്ള ഒരു വ്യക്തിത്വം. തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ പാത നമ്മൾ പിൻപറ്റണം. വൺ ഇന്ത്യ വൺ പെൻഷൻ അദ്ദേഹത്തിന്റെ ആഗ്രഹമായിരുന്നു. പലപ്പോഴും പല കാര്യങ്ങളിലും സന്തത സഹചാരിയായി യാത്ര ചെയ്യുവാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. സദാനന്ദൻ സാർ പറഞ്ഞ പോലെ ഞങ്ങളൊക്കെ പല കാര്യങ്ങൾക്കും ഒരുമിച്ച് പോവുകയും എന്നും വിളിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. വീട്ടിലൊക്കെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വീട്ടിൽ ഞങ്ങൾ പോയിട്ടില്ലെങ്കിലും തീർച്ചയായിട്ടും വളരെ സ്നേഹബന്ധങ്ങളായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആഗ്രഹമായിരുന്നു വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന് പറയുന്ന കൈത്തിരി അണയാതെ സൂക്ഷിക്കണമെന്നും അത് അടുത്ത തലമുറയിലേക്ക് നമ്മൾ കൈമാറുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്നും ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ആരും ഒളിച്ചോടരുതെന്നും അദ്ദേഹം എന്നും എല്ലാവരെയും ബോധിപ്പിക്കുമായിരുന്നു. അദ്ദേഹം ഒരിക്കലും അധികാരത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതിനു സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയോ അദ്ദേഹം നിലകൊണ്ടില്ല. എല്ലാവരോടും സ്നേഹത്തോടും സഹകരണത്തോടും ഒരു ടെലിഫോൺ എങ്ങനെ യൂസ് ചെയ്യണം ആ ഒരു ടെലിഫോൺ യൂസ് ചെയ്ത ഒരു മഹാവ്യക്തി തന്നെയാണ്. കാരണം ഫിസിക്കലായിട്ടല്ല, ഏറ്റവും കൂടുതൽ അദ്ദേഹം ഫോണിലൂടെയാണ് ബന്ധപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ വൺ ഇന്ത്യ വൺ പെൻഷന്റെ കെട്ടുറപ്പ് വളരെയധികം സൂക്ഷിക്കാൻ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നലെ വളരെ മനോഹരമായ ഒരു സംഭവം ഉണ്ടായി. അതായത് ലീഗൽ എയ്ഡ് ടു വീക്കർ സെക്ഷൻ എന്ന് പറയുന്ന ഒരു സംഘടന കൊല്ലത്തുള്ളതാണ്. ആ സംഘടന ഏറ്റവും നല്ല സാമൂഹിക പ്രവർത്തകനുള്ള അവാർഡ് മരണാനന്തരമായിട്ട് നമ്മുടെ ചെറിയാൻ സാർ നൽകിയിട്ടുണ്ടായി. നമ്മുടെ ഈ ഗ്രൂപ്പിൽ നിന്ന് ഒട്ടേറെ പ്രവർത്തകരെ അവിടെ സംബന്ധിച്ചു. വക്കീലന്മാരുടെയും ജഡ്ജിമാരുടെയും സാന്നിധ്യത്തിൽ വെച്ച് അത് ഞങ്ങൾ ഏറ്റുവാങ്ങി. കേവലം ഒരു മൊമെന്റോയിൽ ഒതുങ്ങുന്നതല്ല, കൊല്ലം ജില്ലയിലെ OIOPയായിട്ട് ബന്ധമില്ലാത്ത ഒരു സംഘടന അദ്ദേഹത്തിന് ഇത് നൽകിയെങ്കിൽ അത് അദ്ദേഹത്തിന്റെ കുടുംബത്തിലും നമുക്കും അഭിമാനിക്കാവുന്ന ഒരു മുഹൂർത്തമാണ് എന്ന് മാത്രം ഞാൻ പറഞ്ഞു. ആ മൊമെന്റോ കൈപ്പറ്റിയത് അത് കൈപ്പറ്റുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ സഹധർമ്മിണിക്ക് നൽകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ആ മൊമെന്റോ കൊടുത്താണ്. ലീഗൽ എയ്ഡ് ടു വീക്കർ സെക്ഷൻ എന്ന് പറയുന്ന സംഘടന നൽകിയ ഏറ്റവും നല്ല മനുഷ്യ സ്നേഹിക്കുള്ള അവാർഡ് മരണാനന്തര ബഹുമതിയായി നമ്മുടെ ചെറിയാൻ സാറിന് ലഭിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ആ മൊമെന്റോ അദ്ദേഹത്തിന്റെ പത്നിക്ക് നൽകിക്കൊണ്ട് നമ്മുടെ രക്ഷാധികാരി ശ്രീ സഹദേവൻ ചെന്നാപ്പാറ നൽകുന്നു. അതുപോലെ കൃതജ്ഞത. അതുപോലെ നമ്മുടെ പി ജി ചെറിയാൻ സാറ് സ്വന്തം കുടുംബത്തെ പോലും, കുടുംബത്തിന്റെ സാമ്പത്തിക പരാധീനത അദ്ദേഹം ഉണ്ടെങ്കിൽ പോലും ഒരിക്കലും അദ്ദേഹം ആരോടും പറഞ്ഞിട്ടില്ല. അദ്ദേഹം എല്ലാ കാര്യത്തിനും ഓടി നടക്കുമ്പോഴും നമുക്കറിയാം, നമ്മളെല്ലാം ജോലി വേറെ കാര്യങ്ങളിടയ്ക്ക് നമ്മൾ ഇതിനു വേണ്ടി പോകുമ്പോൾ നമുക്ക് ഒരുപാട് സാമ്പത്തിക ക്ലേശങ്ങളുണ്ടാവും.
അദ്ദേഹം ഇതിനു വേണ്ടി മുൻകൈയിട്ട് ഇറങ്ങുകയും ഈ പ്രസ്ഥാനത്തെ ഇത്രത്തോളം വളർത്തുകയും ചെയ്ത അദ്ദേഹത്തിന്റെ കുടുംബത്തോടുള്ള ഉത്തരവാദിത്തം കൊല്ലം ജില്ലാ കമ്മിറ്റി നിറവേറ്റുന്നതിന്റെ ഭാഗമായിട്ട് ഒരു ചെറിയ സഹായം നൽകുന്നു. അതിന് സുമനസ്സായ ഒരുപാട് പേര് ഞങ്ങൾ അതിന് വേണ്ടുന്ന സഹായഹസ്തം നീട്ടി എല്ലാവരോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് നമ്മുടെ രക്ഷാധികാരി ശ്രീ സദാനന്ദൻ സാറ് ഇപ്പം നിൽക്കുന്നതാണ്. ഇത് ഒരു ഔപചാരികമായ നൽകലാണെങ്കിലും അക്കൗണ്ടിലൂടെയാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത് എന്ന് ഞാൻ പ്രത്യേകം അറിയിക്കുകയാണ്. പ്രിയമുള്ളവരെ, എന്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കിടക്കുകയാണ്. കൃതജ്ഞത രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. നമ്മുടെ ദൂരെ നിന്ന് കടന്നു വന്ന സംസ്ഥാന കമ്മിറ്റി നേതാവായിട്ടുള്ള സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറിയായ സൂര്യ മാസ്റ്റർക്ക് ഞാൻ എൻ്റെ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ കർഷകനായ റോജർ സെബാസ്റ്റ്യൻ സാർ എല്ലാ വിവരങ്ങളും അറിഞ്ഞല്ലോ. അദ്ദേഹവും വളരെ ദൂരത്തു നിന്നും നമ്മുടെ ഈ ഒരു സമ്മേളനത്തിൽ പങ്കെടുത്തതിലുള്ള കൃതജ്ഞത ഞാൻ രേഖപ്പെടുത്തുകയാണ്. അതുപോലെ നമ്മുടെ മുൻ ആദ്യത്തെ ട്രഷററായിരുന്ന അനൂപ് ശശിധരൻ സാറാണ്. അദ്ദേഹത്തോടുള്ള കൃതജ്ഞത ഞാൻ രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നമ്മുടെ മീഡിയ വൺ ഇന്ത്യ വൺ പെൻഷൻ എന്തെങ്കിലുമൊക്കെ ആകണമെങ്കിൽ അതിന്റെ പിന്നിലൊരു നിശബ്ദനായ ഒരു പ്രവർത്തനമുണ്ട്. സ്വന്തം മുഖം പോലും അതിൽ വരാതെ മറ്റുള്ളവരുടെ മുഖം ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ ടോമാറ്റി സാറാണ്. അദ്ദേഹത്തോടുള്ള കൃതജ്ഞത ഞാൻ രേഖപ്പെടുത്തുകയാണ്. അതുപോലെ നമ്മുടെ ഉദ്ഘാടകനായ സദാനന്ദൻ സാർ, തീർച്ചയായിട്ടും അദ്ദേഹം ചെറിയാൻ സാർ കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്ഥാനം നമ്മൾ നൽകുന്നത് അദ്ദേഹത്തിനാണ്. അദ്ദേഹത്തിന് ഞാൻ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. അതുപോലെ അധ്യക്ഷനായിട്ട് ഇവിടെ അധ്യക്ഷ പദവി നിർവഹിച്ച സഹദേവൻ ചെന്നാപ്പാറ, അദ്ദേഹത്തിനുള്ള കൃതജ്ഞത ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഈശ്വര പ്രാർത്ഥന നടത്തി സഹായിച്ച മിനി സാധുവിനോടുള്ള കൃതജ്ഞത ഞാൻ രേഖപ്പെടുത്തുന്നു. അതുപോലെ സ്വാഗതം പറഞ്ഞ നമ്മുടെ കൊല്ലം ജില്ലാ സെക്രട്ടറിയായ ശ്രീ ബിജു കെ ബേബി, അദ്ദേഹത്തോടുള്ള കൃതജ്ഞത ഞാൻ രേഖപ്പെടുത്തുന്നു. നമ്മുടെ ഇവിടെ ഈ ഫംഗ്ഷനിൽ വളരെ ക്ലേശകരമായ രീതിയിൽ ഉണ്ടായിട്ടും കടന്നു വന്ന ശ്രീമതി രാജി ചെറിയാൻ, മകൻ, അവരുടെ സഹോദരനായ ശ്രീ ഷാജി എന്നിവരോടുള്ള നിസ്സീമമായ സ്നേഹവും നന്ദിയും കടപ്പാടും ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ ചടങ്ങിൽ കടന്നു വരികയും ഇതിനകത്ത് അനുശോചനം അറിയിക്കുകയും ചെയ്ത നമ്മുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, സാമൂഹ്യ പ്രവർത്തകർ, നമ്മുടെ മെമ്പേഴ്സ് എല്ലാവരോടുള്ള പേരെടുത്ത് ഞാൻ പറഞ്ഞ സമയം ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവരോടുള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു. നമ്മൾ ഒരൊറ്റ കാര്യം മാത്രം ചെറിയ സാറിനോട് സ്നേഹമുണ്ടെങ്കിൽ നമ്മൾ ചെയ്യണം. ഈ OAOP എന്ന് പറയുന്ന ആശയത്തിന്റെ തിരി കെടാതെ നമ്മൾ സൂക്ഷിക്കണം. നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും പിണക്കം വരുമ്പോൾ അതിന് ഒരു മീഡിയേറ്ററായിട്ട്, ഒരു നെഗോഷിയേറ്ററായിട്ട് നമുക്ക് ചെറിയാൻ സാറുണ്ടായിരുന്നു. എന്നാൽ ഇനി നമ്മൾ ഓരോരുത്തരും ചെറിയാൻ സാറിന്റെ പാത പിൻപറ്റിക്കൊണ്ട് അദ്ദേഹം എന്താണോ ചെയ്തത് അതിനെ നമ്മൾ അനുകരിക്കാൻ നമ്മൾ ശ്രമിക്കണം. തീർച്ചയായിട്ടും എല്ലാവരോടുള്ള സ്നേഹവും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. താങ്ക് യു. വളരെ സന്തോഷമുണ്ട്. വളരെ സജീവമായിട്ട് എല്ലാ കാര്യത്തിലും ഓടി നടന്ന് ഈ കാര്യങ്ങളെല്ലാം സംഘടിപ്പിച്ച ശ്രീ അലക്സ് മീഡിയയ്ക്ക് പ്രത്യേകം കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. അതുപോലെ ഈ വന്നവർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി കൃതജ്ഞത രേഖപ്പെടുത്തുന്നു.